അങ്ങനെ നമ്മുടെ സിഡ്നി ആൻഡ് ബ്രോക്കൺ ഹിൽ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. ബ്രിസ്ബനിൽ നിന്ന് ഏകദേശം 1000 കിലോമീറ്ററോളം ഉണ്ട് സിഡ്നിക്ക്. അപ്പോൾ അത് ഒരു സ്റ്റോപ്പ് എടുത്തിട്ട് പോകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ സ്റ്റോപ്പ് നമ്മുടേത് പോർട്ട് മക്വാറിൽ സിനോജിൻ്റെ അടുത്താണ്. അത് ഏകദേശം 550 കിലോമീറ്റർ. അപ്പം അതൊരു 6-7 മണിക്കൂർ കൊണ്ട് നമ്മൾ ഓടിച്ചെല്ലും. പിന്നെ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ സ്റ്റോപ്പൊക്കെ എടുത്ത് നമുക്കിങ്ങനെ ധൃതിയൊന്നുമില്ല, നമുക്ക് പോവുക, കുറച്ച് ആൾക്കാരെയൊക്കെ കാണാനുണ്ട്, കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട്. അതാണ് മെയിനായിട്ടുള്ള പ്ലാന്. അപ്പോൾ നമുക്ക് വലിയ ധൃതിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പയ്യെ ഒരു 500-600 കിലോമീറ്റർ മാക്സിമം ഒരു ദിവസം ഓടിക്കുക, വണ്ടി ഓടിക്കുക, റെസ്റ്റ് എടുക്കുക, പോവുക. നമ്മൾ സിഡ്നി ചെന്നിട്ട് നമുക്കത് കഴിഞ്ഞ് ബ്രോക്കൺ ഹില്ലിനും പോകാനുണ്ട്. അതും സിഡ്നിയിൽ നിന്ന് ഈ പറഞ്ഞ പോലെ ന്യായമായിട്ട് ഉള്ള ദൂരമുണ്ട്, 10,000 കിലോമീറ്ററോളം ദൂരമുണ്ട് സിഡ്നിയിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സിഡ്നിക്കുള്ള വഴിയിലാവട്ടോ. അപ്പോൾ ഇത് നോക്കി വലിയ പാറക്കെട്ടുകളെല്ലാം അരിഞ്ഞു മാറ്റിയാണ് റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല രസമുള്ള കാഴ്ചയുള്ള ഒരു 10-40 അടി പൊക്കത്തിൽ പാറ നമുക്ക് കാണാം രണ്ട് സൈഡിലും. അത് നല്ല ഭംഗിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുക. നടുക്കൂടെ 3-6 വരി പാതയും പൊയ്ക്കൊണ്ടിരിക്കുക. 3 വരി വൺ വേയാണ്. ഇത് ബ്രിസ്ബനിൽ നിന്ന് വരുന്ന ആ സെയിം റോഡ് തന്നെയാണ് കേട്ടോ. പസഫിക് മോട്ടോർ എന്നും M1 എന്നും അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന സിഡ്നിക്ക് പോകുന്ന വഴിയായി കാണുന്നത്. നമ്മൾ അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ട്. ഞങ്ങൾ സമ്മറിലാണ് കേട്ടോ ഇപ്പോൾ ഈ പോകുന്നത്. അതുകൊണ്ടാണ് ആകാശം ഇത്ര ക്ലിയർ ആയിട്ടുള്ളതും നല്ല വെയിലൊക്കെ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ വേണ്ട സിഡ്നിയിൽ നമ്മുടെ ജിൽബിച്ചാട്ടൻ്റെ വീട്ടിൽ ചെന്നു. നമ്മുടെ സുഹൃത്താണ് കേട്ടോ ജിൽബിച്ചാട്ടൻ. അപ്പം ഇവിടെ വന്ന് 2 ദിവസം സ്റ്റേ ചെയ്ത് സിഡ്നിക്ക് ഒന്ന് കാണുക എന്നുള്ളതായിരുന്നു. ചേട്ടൻ്റെ ബാക്കിയാടൊക്കെ ഉണ്ട്. ചേട്ടൻ നല്ലൊരു കൃഷിക്കാരനോടെയാണ്. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്കും ഇവിടുത്തെ ചൂട്, സിഡ്നിയിലെ ആ ദിവസം ഹീറ്റ് വേവ് ഉള്ള ദിവസമായിരുന്നു. അതുകൊണ്ട് ഒരു രക്ഷയില്ലായിരുന്നു ചൂട്. ഇതവിടെ ജിൽബിച്ചാട്ടൻ താമസിക്കുന്ന സ്ഥലം. ഇപ്പം ഞങ്ങൾ 2 ദിവസം ജിൽബിച്ചാട്ടൻ്റെ കൂട്ടത്തിൽ അടിച്ചു പൊളിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ പയ്യെ അടുത്ത സ്ഥലം ലക്ഷ്യമാക്കി പോവാണ്. നല്ലൊരു സബാബാണ് ഇത്, പുതിയൊരു സബാബായിരുന്നു, നല്ല ഒരു സ്ഥലമായിരുന്നു, നല്ല ഒരു ടൈമുമായിരുന്നു കേട്ടോ ജിൽബിച്ചാട്ടൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് ഞങ്ങൾ ബ്രോക്കൺ ഹില്ല് പോവുകയാണ്. അപ്പം നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഡബോ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അത് ഇപ്പം നമ്മൾ ഈ ബ്ലൂ മൗണ്ടൻസിൻ്റെ ഒക്കെ സൈഡിൽ കൂടിയാണ് പോകുന്നത് കേട്ടോ. നല്ല സൂപ്പർ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ വലിയ ഒരു 80 കിലോമീറ്റർ സ്പീഡൊക്കെ നമുക്ക് റോഡിലെടുക്കാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാലും അടിപൊളി ഡ്രൈവ്. അങ്ങനെ പോയ വഴിക്ക് ഞങ്ങൾ കണ്ട ഒരു അൽപ്പാക്ക ഫാമായത്. അത് കണ്ടപ്പോഴത്തേനും ഞങ്ങളവിടെ വണ്ടി നിർത്തിയപ്പോഴത്തേനും നമുക്ക് സൈഡിൽ നിർത്താനുള്ള ഇടയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ നിർത്തി കഴിഞ്ഞപ്പോഴത്തേനും എന്താണ്ട് ഇവർ താഴെ നിന്ന് കയറി വരുമോ ഞങ്ങളെ കണ്ടവിടെ. എനിക്കൊന്ന് ആൾക്കാരൊക്കെ ഫീഡ് ചെയ്യുമെന്ന് ഓർത്താന്ന് തോന്നുന്നു ഇവന്മാർ വരുന്നത്. അപ്പോൾ എൻ്റെ ജോഷുവായിക്ക് അത് ഇറങ്ങി, ജോഷുവായും കണ്ടു. ജോഷുവ നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നപ്പോഴാണ് എൻ്റെ ഈ അൽപ്പാക്കാസിനെ കണ്ടത്. അപ്പം ഞങ്ങൾ പയ്യെ അതിനടുത്തോട്ട് പോയി. പ്രൈവറ്റ് പ്രോപ്പർട്ടി ആട്ടോ. അപ്പം നമുക്കതിനകത്ത് എൻട്രി ഒന്നുമില്ല, നമുക്ക് വഴിയിൽ നിന്ന് കാണാം ഇവരെ. അപ്പം ജോഷു അതിൻ്റെ ഇവിടെ കയറി നിന്നവന്മാരെ കണ്ടുകൊണ്ടിരിക്കുക. നോക്കി അവരെല്ലാവരും വളരെ ആകാംക്ഷയോടെ ഞങ്ങളുടെ അടുത്ത് നിന്ന് ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുക. അവിടെ കുറേ അവന്മാർ പുല്ല് തിന്നുന്നുണ്ട്. ഈ അൽപ്പാക്കാസ് ഒരു ലാറ്റിൻ അമേരിക്കൻ ജീവിയാണ് കേട്ടോ. ഇതിനെ പ്രധാനമായിട്ടും ഇതിൻ്റെ ഊളിനും ഒക്കെ വേണ്ടിയാണ് ഇതിനെ വളർത്തുന്നത്. ഒരു 40 തൊട്ട് 80 കിലോ വരെ തൂക്കം വെക്കുന്ന ജീവികൾ. ഒത്തിരി വലിയ ജീവികളൊന്നുമല്ല. അതിൻ്റെ നീളമുള്ള കഴുത്തും കൂർത്ത ചെവികളും ചെറിയ തലയും ഒക്കെ ഇതിൻ്റെ പ്രത്യേകതയാണ്. ഒത്തിരി ഈ ടെക്സ്റ്റൈൽസൊക്കെ ഈ ഇതിൻ്റെ വൂള് കൊണ്ടുണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല കാണാൻ ഭയങ്കര അഴകുള്ള ജീവിയാണ്. മനുഷ്യരൊക്കെ ആയിട്ട് ഇണങ്ങുന്ന ഒരു ടൈപ്പ് ജീവിയാണ് കേട്ടോ ഈ അൽപ്പാക്കാസ്. എന്നാലും ഞങ്ങൾക്ക് അതൊരു നല്ല കാഴ്ചയായിരുന്നു. അന്ന് ഇവർ എല്ലാം കൂടി ഈ വഴി സൈഡിൽ നിന്നത്. അവിടെ വണ്ടി നിർത്താനുള്ള ഇടയുണ്ടായിരുന്നു. അതൊരു നല്ല കാര്യമായിരുന്നു കേട്ടോ. അതുകൊണ്ട് എന്നാലും വണ്ടി നിർത്തിയവന്മാരെ അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പയ്യെ കുറച്ച് നേരം അവിടെ വന്നു. അതിൻ്റെ ഇങ്ങേ വശത്ത് മുഴുവൻ മുന്തിരിച്ചെടികളൊക്കെയാണ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. നല്ല ചെറിയ തണുപ്പുള്ള ക്ലൈമറ്റുള്ള സ്ഥലമാണ്. ജോഷുവാണെങ്കിൽ കുറേ നേരം അവിടെ വന്നു കേട്ടോ. നല്ല തണുപ്പുള്ള ക്ലൈമറ്റ് ആയതുകൊണ്ട് മുന്തിരിച്ചെടികളും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ പുല്ലാണേലും നല്ലപോലെയൊക്കെ വളരുന്ന ഒരു സ്ഥലമാണ്. നോക്കി വലിയ മരങ്ങളുണ്ടെങ്കിലും അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേണ്ട ഈ ബ്ലൂ മൗണ്ടൻ നാഷണൽ പാർക്കിനകത്തൂടെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കും കേട്ടോ. നല്ല അടിപൊളി റോഡാണ് കണ്ടോ. സ്പീഡ് ഇച്ചിരി കുറവായി റോഡിൽ, അതൊരു പ്രശ്നമാണ് ഇവിടുത്തെ. പക്ഷെ നമുക്ക് ഒത്തിരി സ്പീഡിൽ പോകാനും പറ്റില്ല, കാരണം റോഡിൻ്റെ കണ്ടീഷൻ അതാണ്. എന്തായാലും നമുക്ക് നല്ലപോലെ എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റിയൊരു സ്ഥലമായിരുന്നു. ഞങ്ങളൊരു 7 മണിയൊക്കെ ആയപ്പം അവിടെ നിന്ന് പോകുന്നത്, സിഡ്നിയിൽ നിന്ന് പോകുന്നതാണ്. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ഡബ്ബോയാണ്. ഡബ്ബോ സിഡ്നിയിൽ നിന്ന് ഏകദേശം 400 കിലോമീറ്റർ അടുത്തുണ്ട്. ഡബ്ബോയിൽ നിന്ന് നമുക്ക് നിങ്കൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകണം. ഡബ്ബോയിൽ ചെന്ന് ലഞ്ചൊക്കെ കഴിച്ചിട്ട് നിങ്കൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകണം. നിങ്കനിൽ നിന്ന് നമുക്ക് പോകേണ്ട സ്ഥലം കോബാർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. കോബാറിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ ഹോട്ടൽ ബുക്ക് ചെയ്തിരിക്കുന്നത്.
ഇംഗ്ലണ്ടിൽ നമ്മുടെ ആൻറ്റിയും അങ്കിളും ഉണ്ട്. അപ്പോൾ അവർ ഇവിടെ വിസിറ്റിന് വന്ന ഓസ്ട്രേലിയയിൽ. അപ്പോൾ അവരെയും കൂടി ഒന്ന് കണ്ടിട്ട് നമുക്ക് കോബാറിന് പോകണം. ഇരുട്ടുന്നതിന് മുമ്പേ കോബാർ ചെല്ലണം. അവിടുന്ന് ഇന്ന് രാത്രി സ്റ്റേ ചെയ്തിട്ട് നമ്മൾ പിറ്റേ ദിവസം രാവിലെ ബ്രോക്കൺ ഹില്ലിന് പോകും. അവിടുന്ന് കോബാറിൽ നിന്ന് ഏകദേശം 450 കിലോമീറ്ററോളം ഉണ്ട് ബ്രോക്കൺ ഹില്ലിന്. അപ്പോൾ ഇന്നത്തെ ഈ 700 കിലോമീറ്റർ അടുത്തുള്ളൊരു ഡ്രൈവാണ്. ഇന്നത്തെയാണ് നമ്മുടെ ഏറ്റവും ലോങ് ഡ്രൈവ് ഇതിനകത്ത് വരുന്നത്. കണ്ടോ, വലിയ മലകളും ഒക്കെ കാണാൻ നമുക്ക് പോകുന്ന വഴിക്ക് നല്ല വളവും എന്നാലും എല്ലാ സൈനേജും കാര്യങ്ങളും എല്ലാം ഉള്ള റോഡാണ്. നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു റോഡാണ് കേട്ടോ. റോഡ് നല്ലതായിരുന്നു. ഇപ്പോൾ വലിയ ഹൈവേ ഒന്നുമല്ല, എന്നാലും നല്ല റോഡായിരുന്നു. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ റൂട്ടിൽ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ ചെറിയ ഗ്രാമങ്ങളൊക്കെ കടന്നാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഈ സ്പീഡ് ലിമിറ്റ് കുറവ് വരുന്നത്. പിന്നെ നമ്മൾ ഉള്ളിലോട്ട് ഇൻലാൻഡിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കടൽ തീരത്തുനിന്ന് വിട്ട് നമ്മൾ മേജർ സിറ്റികളെല്ലാം കടൽ തീരത്താണല്ലോ, അല്ലെങ്കിൽ കടലിനോട് ചേർന്നാണല്ലോ. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇനിയിപ്പം ഓസ്ട്രേലിയയുടെ ഇൻലാൻഡിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ചെറിയ ടൗണുകളൊക്കെ കടന്ന് വേണം നമുക്ക് പോകാനായിട്ട്. നല്ല മനോഹരമായ ടൗണുകളൊക്കെയാണ് ഈ വഴിക്കുള്ളത്. അപ്പം ഞങ്ങൾ പയ്യെ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ഇടയ്ക്ക് ഞങ്ങൾ ഇറങ്ങിയ ഒരു സ്ഥലത്ത് ഒരു ചെറിയ ടൗണിൽ ഇറങ്ങി കാപ്പിയൊക്കെ കുടിച്ചു. പിള്ളേർക്കൊരു ചെറിയ റെസ്റ്റൊക്കെ കൊടുത്ത് ചെറിയൊരു പാർക്ക് നിർത്തി ഞങ്ങൾ പയ്യെ കുറച്ച് നേരം ഏകദേശം ഒരു മണിക്കൂറോളം നമ്മൾ റെസ്റ്റ് എടുത്തു. അപ്പം പയ്യെ ഇന്നത്തെ കാലാവസ്ഥ ഇങ്ങനെ ഒരു മൂടിയ കാലാവസ്ഥയാണ്. അതുകൊണ്ട് വലിയ ചൂടുമില്ല. നമ്മൾ വണ്ടിക്കകത്തല്ലേ ഇരിക്കുന്നത്. പിന്നെ കുഴപ്പമില്ലാതെ ഈ പാടങ്ങളൊക്കെ കടന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. മുന്നോട്ട് പോകും തോറും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ പ്രകൃതി പയ്യെ ചേഞ്ചായി വരുന്നത് നോക്കിക്കോണം. ഇനി നമുക്കത് മുന്നോട്ട് പോകും തോറും നമുക്ക് കാണാം. ഇടയ്ക്കിടയ്ക്ക് വലിയ ട്രക്കുകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. എന്നാലും ഒത്തിരി ട്രാഫിക്കോ കാര്യങ്ങളോ ഒന്നും ഉള്ള റോഡല്ല. അതുണ്ടോ, ജോഷുവാണ് പാട്ടൊക്കെ പാടി പുറകെ ഇരിപ്പുണ്ട്. കണ്ടോ മരങ്ങൾ. ഓസ്ട്രേലിയൻ റോഡുകളിൽ കൂടെ നമ്മൾ വണ്ടി ഓടിക്കുമ്പം പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ 2 മണിക്കൂർ കൂടുമ്പോഴും നമ്മൾ വണ്ടി നിർത്തി ആവശ്യത്തിനുള്ള റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഫറ്റീഗ് ഉണ്ടാവുകയില്ല. നമുക്ക് നന്നായിട്ട് വണ്ടി ഓടിക്കാനും സേഫായിട്ട് വണ്ടി ഓടിക്കാനും ഒക്കെ പറ്റും. ഇതേണ്ട ഈ ഒരു സ്ഥലത്ത് വന്നപ്പോഴത്തേക്ക് നോക്കിയാൽ മുന്തിരി പാടങ്ങളാണ്. അല്ല 12 ഏക്കർ കണക്കിന് മുന്തിരി വളർത്തിയിരിക്കുക. ഇതെനിക്ക് തോന്നുന്നത് മജ്ജി എന്നൊക്കെ പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ ഒരു ഭാഗമാണെന്ന് തോന്നിയത്. അത് മുന്തിരി തോട്ടത്തിൻ്റെ കേന്ദ്രമാണ്. അവിടെ ഇഷ്ടം പോലെ മുന്തിരി പാടങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ചെറിയ ടൗണാണ് കേട്ടോ. ഒരു കൺട്രി ടൗണാണ്. സിറ്റിയിൽ നിന്നൊക്കെ ഒത്തിരി വിട്ട് നിൽക്കുന്ന ഒരു ടൗണാണ്. ഇപ്പം നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് മജ്ജി എന്ന് പറഞ്ഞ ഒരു ചെറിയ ടൗണിൽ കൂടെ കേട്ടോ. സെൻട്രൽ വെസ്റ്റ് ന്യൂ സൗത്ത് വെയിൽസിലുള്ള അത്യാവശ്യം വലിപ്പമുള്ള ടൗണുകളിലൊന്നായത്. മൈനിങ് ഒക്കെ ഇഷ്ടം പോലെ കോൾ മൈനുകളൊക്കെ ഉള്ളൊരു സ്ഥലമാണിത്. അതുപോലെ ഫ്രൂട്ട്സും ഷീപ്പും ആൽപ്പാക്കാസും അങ്ങനെയുള്ള ഒത്തിരി ഫാമുമായിട്ട് ബന്ധപ്പെട്ട മുന്തിരിയായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒത്തിരി ഫാമുകളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പോൾ അവിടെ ചെറിയ കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് നിർത്തി ചെറുതായിട്ടൊന്ന് അതൊന്ന് ഒരു റെസ്റ്റ് എടുത്തു. പിന്നെ നമ്മൾ അവിടെ ഡെമ്പോറേഷനൊക്കെ വിട്ടുകൊണ്ടിരിക്കുക. റോഡിൻ്റെ വലിപ്പമൊക്കെ കുറഞ്ഞു. ഇപ്പം നല്ല 2 ലൈൻ റോഡായി. നമുക്ക് വണ്ടികൾ വളരെ കുറവാകും. നമുക്ക് ഓവർടേക്കിങ്ങിൻ്റെ പ്രശ്നങ്ങളൊന്നും കാര്യമായിട്ട് വരുന്നില്ല. ഇതുണ്ടോ ഒരു ട്രാക്ടർ വരുന്നത് നോക്കി. ഞാൻ ആ റോഡ് നിറഞ്ഞാണ് വരുന്നത്. ഇത് ഗോളൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വെച്ച് നമ്മൾ കണ്ടൊരു ട്രാക്ടർ കേട്ടോ. അവിടെ ഫാമിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് ആ ട്രാക്ടർ കണ്ടപ്പോൾ തന്നെ മനസ്സിലാവും. അങ്ങനെയുള്ള വലിയ വണ്ടികൾ വരുമ്പോൾ നമ്മൾ റോഡിന് സൈഡിൽ വണ്ടി നിർത്തി കൊടുക്കണം. അവർ വളരെ സ്ലോയിലാണ് വരുന്നത്. അപ്പം അവർ ഈ ഒരു ലൈൻ കടന്ന് അല്ലെങ്കിൽ 1.5 ലൈനിൽ കൂടെ വരുന്നതുകൊണ്ട് നമ്മൾ ചെറുവണ്ടികൾ വണ്ടി നിർത്തി കൊടുക്കണം. ദൂരോട്ടൊക്കെ പോകുന്ന വണ്ടികളാണെങ്കിൽ അല്ലെങ്കിൽ വലിയ ലോഡൊക്കെ ആണെങ്കിൽ അതിന് പൈലറ്റ് വണ്ടികളും കാര്യങ്ങളൊക്കെ കാണും. പക്ഷേ ഇതവിടെ ലോക്കലി പോകുന്ന വണ്ടിയാണ്. അതിന് വേറെ പൈലറ്റൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതിനാണ് നമ്മൾ ആ കാഴ്ചകളൊക്കെ കണ്ട് പുതിയ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക.
കാലാവസ്ഥ സ്റ്റില്ലിങ്ങനെ മൂടി തന്നെ നിൽക്കുന്നതുകൊണ്ട് വലിയ ചൂടില്ല. അങ്ങനെ നമ്മൾ ഡബ്ബോ ലക്ഷ്യമാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഡബ്ബോ ഈ ഏരിയയിലെ ഒരു വലിയ ടൗണാണ്. 1966 അവർക്കൊരു ഡബ്ബോ സിറ്റി പദവിയൊക്കെ അവർക്ക് കിട്ടിയത്. വലിയൊരു ഇതല്ല നമ്മൾ ഡബ്ബോയിലോട്ടുള്ള എൻട്രി കേട്ടോ. ഇത് വലിയൊരു ടൗണാണ്. ഹോസ്പിറ്റലും കാര്യങ്ങളുണ്ട്. ധാരാളം മലയാളികളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഒത്തിരി കടകളും കാര്യങ്ങളും എല്ലാം ഉള്ളൊരു ചെറിയ ടൗണാണ് കേട്ടോ ഡബ്ബോ. ഒരു കൺട്രി ടൗണാണ്. അതുകൊണ്ട് ഇവിടെ വന്നപ്പോഴത്തേക്കും വണ്ടികൾ ഇഷ്ടം പോലെയായി. പാർക്കിങ്ങുകളൊക്കെ ഫുള്ളായതാണ്. നോക്കി ആൾക്കാരെയൊന്നും കാര്യമായിട്ട് റോഡിൽ കാണാനില്ലെങ്കിലും പാർക്കിങ്ങൊക്കെ ഫുള്ളാണ്. സ്കൂൾ ടൈമല്ലേ, അവിടെ അടുത്ത് സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നോക്കി നല്ല നല്ല ഭംഗിയായിട്ട് നിലനിർത്തിയിരിക്കുന്ന ഒരു ചെറിയ ടൗണാണ് ഡബ്ബോ. ഓക്കെ, മരങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു. റോഡെല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള റോഡ്. അതുകൊണ്ട് നമ്മളൊരു സ്കൂൾ സോണിലോട്ട് എൻ്റർ ചെയ്യുമോ കേട്ടോ. ഓസ്ട്രേലിയയിലെ സ്കൂൾ സോണിൽ സാധാരണ ജനറലി 7 തൊട്ട് 9 വരെയും 2 തൊട്ട് 4 വരെയും നമുക്ക് 40 കിലോമീറ്റർ സ്പീഡിൽ സ്കൂൾ ഉള്ള ദിവസങ്ങളിൽ വണ്ടി ഓടിക്കാൻ പാടുള്ളൂ. അതെല്ലാം എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ ലൈറ്റ് ഫ്ലാഷ് ചെയ്യും ആ സമയത്ത്. അപ്പം ഡബ്ബോ എന്ന് പറഞ്ഞ ഒരു ചെറിയ ടൗൺ ആണെങ്കിലും ഏകദേശം 43,000 ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട്. അപ്പം ഡബ്ബോയിൽ ഇറങ്ങി കാപ്പിയൊക്കെ കുടിച്ച് ഞങ്ങൾ പയ്യെ, കാപ്പിയല്ല കേട്ടോ, ഞങ്ങൾ ലഞ്ച് കഴിച്ചിട്ട് ഞങ്ങൾ പയ്യെ നമ്മുടെ നിങ്കൻ ലക്ഷ്യമാക്കി പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പം കാലാവസ്ഥ അതുപോലെ തന്നെ നിൽക്കുന്നു. ഇനിയിപ്പം വണ്ടികൾ കുറവായിരിക്കും. കാരണം ഇത് കോബാർ, ബ്രോക്കൺ ഹില്ല് ആ ഭാഗത്തോട്ടൊക്കെ പോകുന്ന, അല്ലെങ്കിൽ അഡലൈഡിൻ്റെ ലക്ഷ്യമാക്കി പോകുന്ന വണ്ടികളൊക്കെ ആയിരിക്കും ഇനി കൂടുതൽ കാണുന്നത്. ഇഷ്ടംപോലെ ട്രക്കുകളും അതുപോലെ മോട്ടോർ ഹോമുകളൊക്കെ ആയിരിക്കും ഇനിയിപ്പം റോഡിലുള്ളത്. പക്ഷേ ഈ പറഞ്ഞ പോലെ വളരെ അല്ലാത്ത വണ്ടികളുടെ എണ്ണം വളരെ വളരെ കുറവാണ്. അങ്ങനെ ഞങ്ങൾ അതുപോലെ തന്നെ ഇപ്പോൾ പോയ കാറ്റിൽ ട്രക്ക് കണ്ടില്ലേ, അതുപോലെ അതൊക്കെയാണ് ഞങ്ങൾ തന്നെ മുന്നോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും തന്നെ ഇവിടെ ആകാശത്തു നിന്ന് മേഘങ്ങൾ നല്ല മഴ പെയ്യാൻ റെഡിയായിട്ട് നിൽപ്പുണ്ട്. അതിൻ്റെ ഒരു വശത്തു നിന്ന് കുറേ വെള്ളം പോലെ മഴ പെയ്യുന്ന പോലെ ഇങ്ങനെ മേഘങ്ങൾ ഊർന്ന് ചാടിക്കൊണ്ടിരിക്കുക. അതായിട്ട് നോക്കി ഈ ഭാഗത്തെല്ലാം നല്ലപോലെ മൂടി നിൽക്കുന്നു. ഫ്രണ്ടിൽ ഇടതുവശത്ത് ഈ പറഞ്ഞ പോലെ മഴ പെയ്യുന്നതാണെന്ന് തോന്നുന്നു. എവിടെയോ നല്ല ഹെവി ആയിട്ട് മഴ പെയ്യുന്നുണ്ട്. ജോഷുവൊക്കെയാണെങ്കിൽ കുറച്ച് ബോറടിച്ചിരിക്കുക. നമ്മൾ പല സ്റ്റോപ്പുകളൊക്കെ എടുത്തെങ്കിലും ഇന്നത്തെ ഡ്രൈവ് നമ്മളെ സംബന്ധിച്ച് ഇച്ചിരി ലോങ് ഡ്രൈവാണ്. കാരണം ഏകദേശം 700 കിലോമീറ്ററോളം പോകാനുണ്ട്. നമ്മൾ 4-5 സ്റ്റോപ്പിൽ ഇതിനിടയ്ക്ക് എടുക്കും. എന്നാലും ഈ പറഞ്ഞ പോലെ ജോഷുവ ഇങ്ങനെ ബോറടിച്ചിരിക്കുക. കുറച്ച് നേരം ഇവർ ഉറങ്ങും, വണ്ടിയിലിരുന്ന് ഉറങ്ങും. അത് കഴിഞ്ഞ് എഴുന്നേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വണ്ടി നിർത്തി പയ്യെ ചെറിയ ഫുഡൊക്കെ കഴിക്കും. അത് കഴിഞ്ഞ് ഇവന്മാർ പിന്നെയും കയറിയിരിക്കും, കുറച്ച് നേരം കാഴ്ച കാണും, പിന്നെയും കുറച്ച് നേരം കിടന്നുറങ്ങും. അതൊക്കെയാണ് അവരുടെ ജോഷുവയുടെയും ജെറമിയുടെയും റൊട്ടീനുകൾ. അങ്ങനെ നമ്മൾ വേണ്ട നിങ്കനിലെത്തി കേട്ടോ. നിങ്കൻ എന്ന് പറഞ്ഞൊരു വളരെ ചെറിയൊരു ടൗണാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ റൂട്ടിലുള്ളത്. ഇവിടെ നമ്മുടെ കുട്ടിയമ്മേൻ്റെയും മത്തച്ചമ്പാപ്പനും ഒക്കെ ഇവിടെയുണ്ട്. അവരെ കണ്ടു. അവിടുന്ന് ഞങ്ങൾ ശകലം ഫുഡൊക്കെ കഴിച്ചു. കുറച്ച് നേരം ഒരു 1-2 മണിക്കൂർ കൂടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മുടെ കോബാർ ലക്ഷ്യമാക്കി പോകാനാണ്. അവിടെയാണ് ഞങ്ങളുടെ സ്റ്റേ. അപ്പം അത് ലക്ഷ്യമാക്കി പോകാനാണ് പ്ലാന്. അതല്ലേ ചുമ്മാ നിന്റെ ഫോട്ടോ എടുത്തേക്കാം. ന്യൂ സൗത്ത് വെയിൽസിൻ്റെ നടുക്കുള്ള ഒരു ടൗൺ ആട്ടോ നിങ്കൻ. ഏകദേശം 2000 ആൾക്കാരെ ഇവിടെ താമസിക്കുന്നുള്ളൂ. പള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ ചെറിയൊരു ടൗണാണ്. 1-2 കടകളൊക്കെ ഉള്ളൂ. ഏകദേശം 30% ആൾക്കാരെ റെൻ്റൽ അക്കോമഡേഷനിൽ ഇവിടെ താമസിക്കുന്നുള്ളൂ. ബാക്കിയുള്ള ആൾക്കാരെല്ലാം ഈ പറഞ്ഞ 2000 ആൾക്കാരിൽ ബാക്കിയുള്ളതൊക്കെ ഓണർ ഒക്കുപ്പൈഡ് ആയിട്ടുള്ള. ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ എത്ര സമയം? ഒരു 4-5 മണി അല്ല ഒരു 6 മണി താഴെയാണെന്നല്ലേ തോന്നുള്ളൂ. ടൈമുണ്ട്. 7:58 ന്യൂ സൗത്ത് വെയിൽസിൽ. ഇപ്പോഴും വെളിച്ചമുണ്ട് റോഡിൽ. വണ്ടിയുടെ ലൈറ്റ് ഇതുവരെ ഓൺ ആയിട്ടില്ല. എനിക്ക് ഇവിടെ എല്ലാം റോഡിലെല്ലാം നല്ല വെളിച്ചമുണ്ട്. അവിടെ ഞങ്ങളിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോവാം. ഇനി ഒരു 100 കിലോമീറ്റർ കൂടെ ഉണ്ട് ഇവിടുന്ന്. ഇവിടുത്തെ സൺസെറ്റ് 8 മണിക്കാണ്. രാത്രി 8 മണിക്ക് ആണ് സൂര്യൻ അസ്തമിക്കുന്നത്. ഇപ്പൊ തന്നെ സമയം 8:23 കേട്ടോ. വണ്ടിയുടെ ലൈറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് തെളിഞ്ഞിട്ടുണ്ടെങ്കിലും വഴിയിൽ അത്യാവശ്യം വെളിച്ചമുണ്ട്.
പറയുന്നു. നമ്മളിതുവരെ ഒന്നും കണ്ടില്ല. എന്നാലും വലിയ വണ്ടികളൊന്നുമില്ല, ഒത്തിരി വണ്ടികളൊന്നുമില്ല ഇവിടെ. വളരെ കുറച്ച് വണ്ടികളേ ഉള്ളൂ. ഒരു വണ്ടി മുമ്പേ ഞങ്ങൾ പറയാണ്ടായിരുന്നു, അപ്പോൾ അതില്ല. അപ്പോൾ ഇവിടുത്തെ ലോക്കൽ ആരോ ആണ്. മുമ്പിലും ഇല്ല, എതിരെ വണ്ടികൾ വളരെ വളരെ കുറവാണ്. ഞങ്ങളിപ്പം ഇത്രയും ദൂരം ഒരു എത്ര കിലോമീറ്റർ പോകും? നമ്മളൊരു 60 കിലോമീറ്റർ പോകുന്നില്ലേ? 60 കിലോമീറ്റർ പോകുന്നിട്ട് ഈ 110 സോണിക്കാരായിട്ട് ഒരു 10 വണ്ടി കൂടുതൽ കണ്ടിട്ടില്ല ഇതുവരെ. ഇത്ര ഒരു 60 കിലോമീറ്റർ ഓടിയിട്ട് കുഴപ്പമില്ല, നല്ല രസമാണ്. കാഴ്ചകൾ നല്ല രസമാണ്. അങ്ങനെ ഞങ്ങൾ രാത്രിയിൽ കോബാറിൽ താമസിച്ചു. വന്നപ്പോഴത്തേക്ക് ഒത്തിരി താമസിച്ചായിരുന്നു. അപ്പോൾ അവർ കീയും കാര്യങ്ങളൊക്കെ ലോക്കർ ബോക്സിൽ വെച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് രാവിലെ ഞങ്ങൾ എഴുന്നേറ്റ് അവിടുന്ന് ചെക്കൗട്ട് ചെയ്ത് ബ്രോക്കൺ ഹിൽ ലക്ഷ്യമാക്കി പോവുക. അപ്പോൾ അതിന് മുമ്പ് ഞങ്ങളിത് ഈ ഫോർട്ട് ബോക്ക് ലുക്കൗട്ട് കാണാൻ പോവുക. ഇതിവിടെ ഉണ്ടായിരുന്ന ഒരു ഗോൾഡ് മൈൻ ആയിരുന്നു. അപ്പം ഇത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ഒരു 300 മീറ്റർ പൊക്കത്തിലുള്ളൊരു ലുക്കൗട്ടാണ്. ഗോൾഡ് മൈൻ സ്റ്റിൽ ആക്റ്റീവാണ്. അതായത് ടൺ കണക്കിന് സ്വർണവും കോപ്പറും ഒക്കെ കുഴിച്ചെടുത്തോണ്ടിരിക്കുന്ന ഒരു ഗോൾഡ് മൈൻ്റെ ലുക്കൗട്ട് കാണാനാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഇവിടെ പൈസയൊന്നും കൊടുക്കണ്ട. അവിടെ ഹിസ്റ്ററിയൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 1800-കളിൽ തുടങ്ങിയ ഗോൾഡ് മൈനാണ്. ഇപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരു മൈനാവട്ടെ ഇത്. അത്രയും ഒരു ഹിസ്റ്റോറിക് വാല്യൂ ഉള്ളൊരു സ്ഥലം കൂടിയായത്. അപ്പോൾ ഈ ലുക്കൗട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും മൈനിലോട്ട് വണ്ടി ഇറങ്ങിപ്പോകുന്ന വഴികളും. നോക്കി എന്തോരം വലുതാണ്. ട്രക്കെല്ലാം കൂടെ ഇറങ്ങിപ്പോകുന്ന റോഡാണ് കാണുന്നത്. ഇതാണ് ആ മൈനിലോട്ടുള്ള എൻട്രി. അവിടം വരെ ആയിരിക്കും ഈ ട്രക്കുകളൊക്കെ പോകുന്നതിനാലും. അതുപോലെ ഈ മൈൻ്റെ ചരിത്രവും ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പീക്ക് മെറ്റൽസ് എന്ന് പറയുന്നൊരു കമ്പനിയാണ് ഇപ്പം ഈ മൈൻ നടത്തുന്നത്. ഓക്കെ, എന്തോരം വലിയൊരു ഏരിയ എന്ന് നോക്കി നമ്മളിവിടെ വന്ന് നോക്കുമ്പോൾ വണ്ടി ഇറങ്ങിപ്പോകുന്ന ട്രക്ക് ഇറങ്ങിപ്പോകുന്ന റോഡ് നോക്കി. അതുപോലെ സൂം ചെയ്ത് കഴിഞ്ഞാൽ കാണാം അതിൻ്റെ ഫ്രണ്ട് എൻട്രി താഴെ ഉള്ളത്. ഇതുണ്ടോ, അതല്ലേ പീക്ക് ഗോൾഡ് മൈൻസ് എന്ന് പറയുന്ന കമ്പനി. അപ്പോൾ ഇത് നടത്തുന്നത് ഏതാണ്ട് 25,000 ടണ്ണിന് മുകളിൽ സ്വർണം കുഴിച്ചെടുത്തിട്ടുണ്ട് ഈ കാലം കൊണ്ട്. ഭയങ്കരമായിട്ട് സ്വർണം കിട്ടുന്ന ഒരു സ്ഥലമായിരിക്കണം. അപ്പം വർഷങ്ങളായിട്ട്, അതായത് ലേറ്റ് 80s തുടങ്ങിയ കുഴിക്കലല്ലേ. അപ്പം സ്വർണവും ഒത്തിരി സാധനങ്ങൾ കിട്ടിയിട്ടുള്ളൊരു സ്ഥലമാണ്. എനിക്ക് ഇതാണ് അതിൻ്റെ മുകൾ ഭാഗത്തെ വ്യൂ. എല്ലാം നല്ല ചുവന്ന മണ്ണും നമ്മുടെ ചെങ്കല്ല് പോലെയൊക്കെ ഇരിക്കുന്ന സ്ഥലമാണ്. എന്നാലും നല്ല ഭംഗിയായിട്ട് കുഴിച്ച് അതിനടിയിലുണ്ടായിരുന്ന സ്വർണം കുഴിച്ചെടുക്കുന്നുണ്ട്. അവിടെ നിന്നുള്ള മണ്ണ് തിരിച്ചു കൊണ്ടിട്ടിരിക്കുന്നത് അത്. അപ്പോൾ അവർ അവിടെ കാര്യമായിട്ടുള്ള വർക്കുകൾ എന്നാലും നടക്കുന്നുണ്ട്. നല്ല രസമാട്ടോ. നമുക്ക് എന്നാലും ഇവിടെ വന്ന് കാണാം. ഞാനെൻ്റെ ജീവിതത്തിൽ ഇതിനു മുമ്പൊരു ഗോൾഡ് മൈൻ കണ്ടിട്ടില്ല. ഗോൾഡ് മൈൻ നല്ലൊരു മൈനും കണ്ടിട്ടില്ല. അപ്പം ഞങ്ങൾക്കിതൊരു നല്ല കാഴ്ചയായിരുന്നു. അതിലെ ആ ട്രക്കൊക്കെ വരുന്ന വഴി ഇങ്ങോട്ടെ. നമ്മളിവിടെ ഒരു വ്യൂ പോയിന്റിലാണ് നിൽക്കുന്നത്, നല്ല ഉയർന്നൊരു സ്ഥലത്ത്. മൈനിലോട്ടുള്ള വഴി വേണ്ട ആ ഭാഗത്തൂടെ ആ കാണുന്നതൊക്കെയാണ്. ആ മണ്ണ് റോഡിൽ കൂടെയൊക്കെയാണ് വണ്ടികൾ വന്നത്. ഇതിലേ ഇറങ്ങി ഉണ്ടോ എനിക്ക് വഴി നോക്കി. അത് വലിയ വഴിയാണ്. നമ്മൾ ഇത്രയും ദൂരെ നിന്ന് നോക്കുന്നതുകൊണ്ടാണ് നമുക്കത് വളരെ ചെറുതായിട്ട് തോന്നുന്നത്. ഓരോരോ തട്ടുകളായിട്ട് അരിഞ്ഞരിഞ്ഞ് വഴി ഉണ്ടാക്കി വെച്ചിരിക്കുക. ഇതല്ലേ, അതാണ് ഇപ്പോൾ ഏറ്റവും താഴത്തെ വ്യൂ. എനിക്ക് അവിടെ ഒത്തിരി കേബിളുകളും പൈപ്പുകളൊക്കെ പോകുന്നുണ്ട്. അതുപോലെ അവിടെ ഒരു കണ്ടെയ്നർ വെച്ചിട്ടുണ്ട്. ഒരാളവിടെ നിൽപ്പുണ്ട്. ഒരു യൂട്ടോ ഓടിയുണ്ട്. മിക്കവാറും അതിൻ്റെ സെക്യൂരിറ്റിയോ അങ്ങനെ എന്തെങ്കിലും സെറ്റപ്പ് ആയിരിക്കും. അകത്തോട്ടുള്ള കാഴ്ചയൊന്നും നമുക്ക് കിട്ടുകയില്ല. വിവരങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് വായിക്കാനേ പറ്റുള്ളൂ. അത് ആക്റ്റീവായിട്ടുള്ളൊരു മൈനാണ്. അപ്പം നമുക്ക് അങ്ങോട്ട് എൻട്രി ഒന്നുമില്ല. നമുക്കങ്ങ് ഇറങ്ങിപ്പോകാനും പറ്റുകയില്ല. അതിനുള്ള അങ്ങോട്ടുള്ള വഴിയിലോട്ടുള്ള ഗേറ്റും കാര്യങ്ങളൊക്കെ വേറെ. ഇവിടെ കയറുന്നതിന് നമുക്ക് പൈസയൊന്നും കൊടുക്കണ്ട. നമുക്ക് ഇതൊക്കെ കാണാം. ഈ കാഴ്ചകളൊക്കെ ഇവിടെ വന്ന് നിന്ന് കാണാം. എന്താ ഇവിടെ കമ്പി ഇട്ടിട്ടുണ്ട്, ആരും അങ്ങോട്ട് താഴോട്ട് ഇറങ്ങി പോകാതിരിക്കാൻ. അതുപോലെ ഇതൊരു നല്ലൊരു കുന്നുംപുറം ആയതുകൊണ്ട് തന്നെ ഈ കോബാർ ടൗണും നമുക്ക് ഇനി ചുറ്റുപാട് കാണാം കേട്ടോ. ടൗണിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ ഉള്ളൂ. ഒത്തിരി ദൂരമൊന്നുമില്ല ടൗണിൽ നിന്ന് ഇങ്ങോട്ട്. കോബാർ ടൗണിലെ മെയിൻ കാഴ്ചകളിലൊന്നാണിത്. ഇതുകൊണ്ട് ഇതാണ് കോബാർ ടൗൺ. നമ്മൾ ആ ടൗണിലോട്ട് വരുമ്പം ഒരു ഇതും ഒരു മൈനാണ് കേട്ടോ. ആ മൈനിൻ്റെ മുമ്പിൽ വലിയ പക്ഷത്തിൽ കോബാറിന് എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് ചെറിയ ടൗൺ, ഏകദേശം 4000 താഴെ ആൾക്കാരെ ഇവിടെ താമസിക്കുന്നുള്ളൂ ഈ ടൗണിൽ. ഇവിടെ ഞാൻ കണ്ട മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഹോട്ടലുകളും പ്രസ്ഥാനങ്ങളൊക്കെ റൺ ചെയ്യുന്നത് മിക്കവാറും വർക്ക് വിസയിലുള്ള സ്റ്റുഡൻസും അല്ലെങ്കിൽ വർക്ക് വിസക്കാരൊക്കെ ആയിരിക്കും. കാരണം ഒത്തിരി ഇൻ്റർനാഷണൽ ആൾക്കാരെ ഇവിടെ കണ്ടു. ഹോട്ടലുകളിലെല്ലാം ജോലി ചെയ്യുന്നത് പുറത്തുനിന്നുള്ള മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. അപ്പം മിക്കവാറും ഇതൊരു വർക്ക് വിസ കിട്ടാനും PR കിട്ടാനും ഒക്കെ എളുപ്പമുള്ളൊരു സ്ഥലമായിട്ട് കണ്ടപ്പോൾ എനിക്ക് തോന്നി. കാരണം അത് ഒരു ഒറ്റപ്പെട്ട സ്ഥലമാണ്. അപ്പോൾ ജോലി ചെയ്യാനൊക്കെ ആൾക്കാർ കുറവാണ്. അപ്പോൾ ഇങ്ങനത്തെ അവസരങ്ങൾ ഇവിടെ കൂടുതലുണ്ടെന്ന് തോന്നുന്നു.
ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു 450 കിലോമീറ്റർ ഉണ്ട് ബ്രോക്കൺ ഹില്ലിന്. നല്ല അടിപൊളി സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡാണ്. ഇതുണ്ടോ, ഞങ്ങൾ പോയ വഴിക്ക് കണ്ട ഒരു കാർഗോയാണ്, ഒരു ട്രക്കയിൽ വലിയൊരു യോട്ട് കയറ്റിക്കൊണ്ട് പോകും. അപ്പം അതിനെ ഓവർടേക്ക് ചെയ്യാൻ തന്നെ നമുക്ക് ഒത്തിരി സമയമെടുത്തു. പക്ഷേ ആ വണ്ടി ഇനിയും വരും, നമുക്ക് കാണാം. നമ്മളെവിടെയെങ്കിലും ബ്രേക്കിന് നിർത്തുമ്പോൾ മിക്കവാറും നമ്മുടെ മുമ്പിൽ കയറിപ്പോവും. ഇതുണ്ടോ, റോഡിൻ്റെ വശങ്ങളിലെല്ലാം ആടും ഇങ്ങനത്തെ ജീവികളൊക്കെ നിൽപ്പുണ്ട്. ഇനിയിപ്പം ആടുകളുടെ ഈ ഫെറൽ ഗോഡ്സിൻ്റെ ഒരു കേന്ദ്രത്തിലോട്ടാണ് അപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ചെറിയ കുറ്റിച്ചെടികളൊക്കെ ഉള്ളൂ, വലിയ മരങ്ങളൊന്നുമില്ല ഇവിടെ. ഏക്കർ കണക്കിന് സ്ഥലം ചുമ്മാ കിടക്കുക. ഈ കാണുന്നതെല്ലാം പ്രൈവറ്റ് ലാൻഡുകളാണ് കേട്ടോ. ഇതെല്ലാം ഫെൻസ് ചെയ്തിരിക്കുന്ന പ്രൈവറ്റ് ലാൻഡുകളാണ്. ഇതിനകത്തെല്ലാം ആടും കന്നുകാലികളും ഒക്കെ അവിടെ എവിടെയെല്ലാം ആയിട്ടുണ്ട്. പിന്നെ മനുഷ്യവാസമൊന്നുമില്ല ഈ പോകുന്ന വഴിക്ക്. വണ്ടികൾ വളരെ വളരെ കുറവാണ്. ഓക്കെ, ഇത്രയും ദൂരത്തിൽ കിടക്കുന്ന റോഡിനകത്ത് അതുകൊണ്ട് ആടാണ് നമുക്ക് ആപ്പാടെയുള്ള കൂട്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ പന്നിയും കാങ്കരും ഒക്കെ ഇടയ്ക്കിടയ്ക്കുണ്ട്. മെയിനായിട്ടും ആടാണ്, ഇഷ്ടം പോലെ ആടുകളുണ്ട് റോഡിൻ്റെ സൈഡിൽ നിന്ന് പുല്ല് തിന്നുന്നത്. ഓക്കെ, അതുപോലെ ഇവിടെയെല്ലാം കുറേ സ്ഥലങ്ങളിലെല്ലാം വെള്ളം കയറി കിടപ്പുണ്ട്. നല്ല മഴയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. അപ്പം വെള്ളമുണ്ട് നല്ലപോലെ. റെസ്റ്റിംഗ് ഏരിയാസും ഉണ്ട്, വളരെ കുറവാണ്. എന്നാലും ഒരു 10-100 കിലോമീറ്റർ വിടുമ്പോൾ ഓരോന്ന് ഒറ്റമ്പെട്ടയൊക്കെ ഉണ്ട്. മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പോകുന്ന വഴിക്ക് ഇഷ്ടം പോലെ മൃഗങ്ങൾ വണ്ടി ഇടിച്ച് കിടപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാം. ഇത്രയും നല്ല വിശാലമായിട്ടുള്ള റോഡാണേലും എന്നാ പറഞ്ഞു, ഇത്രയും ദൂരെ നിന്നുള്ള വ്യൂ ഉണ്ടായിരുന്നു. നോക്കി, ഒരു പന്നി വണ്ടി ഇടിച്ച് കിടക്കുന്നുണ്ടോ, അല്ലെ 1ാം ക്ലാസ് കാട്ടുപന്നി. അവൻ്റെ കുടലെല്ലാം ചാടിക്കിടക്കുക, പുറത്ത് ചാടി. 2 ദിവസം ആയെന്ന് തോന്നുന്നു കേട്ടോ പുള്ളി ഇടിച്ച് കിടക്കുന്നത്. വണ്ടി അവിടെ അപ്പുറത്ത് മാറ്റി നിർത്തിയിട്ട് ഒന്ന് അടുത്ത് വന്ന് കണ്ടു നോക്കിയതാണ്. അവനപ്പടി ഇതായി തുടങ്ങി. ഒരു ദിവസം കഴിഞ്ഞ് എന്നാളും. പിന്നെ എന്നാളും ട്രക്ക് കയറി ചതഞ്ഞറിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അപ്പം അറിയത്തില്ല എൻ്റെ സിറ്റുവേഷൻ എന്നാന്നുള്ളത്. സാധാരണ ഇതിൽ ഇങ്ങനെ കിടക്കുന്നവന്മാരെല്ലാം വണ്ടി കയറി ഇറങ്ങി പോകണ്ട, കാരണം ഇവിടെ വലിയ ട്രക്കുകളും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട്. അതുപോലെ ഇത് കണ്ടോ, ഇതിപ്പോൾ ഫ്രഷ് ആയിട്ട് ഇടിച്ചതേ ഉള്ളൂ ഈ സാധനം. അവൻ്റെ ചോര ഒഴുകി വരുന്നതേ ഉള്ളൂ. നോക്കി, റോഡിന് നടുക്കുക. അപ്പോൾ വേണേൽ നമുക്ക് എടുക്കാവുന്ന ഒരു ജീവിയാണ് അത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനിപ്പോൾ ഇടിച്ച് വീണുള്ളൂ, അവൻ്റെ ചോര ഇതായിട്ട് ഒഴുകി കിടക്കുന്നുണ്ടോ. എന്നാൽ ഞങ്ങൾ എടുത്തൊന്നുമില്ല കേട്ടോ, നമുക്കറിയത്തില്ലല്ലോ എൻ്റെ ഇതെന്നാന്നുള്ളത്. പിന്നെ അതുകൊണ്ട് ഞങ്ങൾ റെസ്റ്റ് സ്റ്റോപ്പിൽ വന്നപ്പോൾ വേണ്ട കണ്ടോ കേട്ടോ, ഒരു റെസ്റ്റിംഗ് ഏരിയ വന്നപ്പോൾ കണ്ടോ. ഇവിടെ ടോയ്ലറ്റും നമുക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട്. മറ്റേ ഇഷ്ടം പോലെ ആടുകളുണ്ട്, വേസ്റ്റ് ബിന്നും കാര്യങ്ങളും ഉണ്ട്. വെള്ളത്തിനുള്ള സംവിധാനം ഇല്ല, അങ്ങനെ ഒരു കുഴപ്പമുള്ളൂ. കുടിവെള്ളമൊന്നും ഇവിടെ ഇല്ല. ഒരു ടാങ്ക് അവിടെയുണ്ട്, പക്ഷേ അതിനകത്തൊന്നും വെള്ളമൊന്നുമില്ല. ഇഷ്ടം പോലെ ആടുകൾ കയ്യേറിയിരിക്കുക. അങ്ങനെയാണ് ഞങ്ങളിവിടെ വന്നപ്പം ഞങ്ങൾ മുമ്പേ ഓവർടേക്ക് ചെയ്ത് വന്ന ഒരു ബോട്ട് അവർ പയ്യെ വണ്ടി ഇവിടെ ഇഷ്ടം പോലെ ഇടയുള്ളതുകൊണ്ട് പയ്യെ വണ്ടി അവിടെ സൈഡിൽ കൊണ്ടുവന്ന് നിർത്തുക. നോക്കി, ബോട്ടെന്ന് പറയാൻ പറ്റുമല്ലോ, അതൊരു ആഡംബര ബോട്ട് അല്ലെങ്കിൽ ഒരു യോട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. 2 നിലയുള്ള 2-3 നിലയുള്ള ഒരു സംഭവം അത് കേട്ടോ, അത്രയും വലുതാണ്. നോക്കി, അത് ഗോൾഡ് കോസ്റ്റിൽ നിന്ന് പെർത്തിന് പോകുന്ന വഴിയാണ്. അപ്പോൾ അതിനാണ്ട് 4500 കിലോമീറ്റർ 5000 കിലോമീറ്ററോളം ദൂരമുണ്ട്. 3-4 ദിവസം കൂടെ 3-4 ദിവസം ഒരാഴ്ച കൊണ്ടാണ്ട് വണ്ടി അവിടെ ചെല്ലുള്ളൂ. അപ്പോൾ ഇതാണ്ട് സിംഗപ്പൂരിൽ നിന്നെങ്ങാണ്ടെന്ന് വന്ന ആരാണ്ട് കോടീശ്വരന്മാർ കൊണ്ടുവന്ന സാധനമാണ്. അപ്പോൾ അവരിങ്ങോട്ട് ഇതിന് വന്നു, ഈ യോട്ടിന് വന്നു ഗോൾഡ് കോസ്റ്റിലോട്ട്. അത് കഴിഞ്ഞ് അവർ തിരിച്ചത് പാക്ക് ചെയ്യുന്നത്, എന്നിട്ട് തിരിച്ച് മലേഷ്യക്കോ സിംഗപ്പൂർക്കോ എങ്ങാണ്ട് പോവുക ആ യോട്ട് അവിടുന്ന് കടലിൽ കൂടെ. നമ്മളിങ്ങനെ കിലോമീറ്റർ കണക്കിന് മുന്നോട്ട് പോകും തോറും പ്രകൃതിക്ക് വന്ന മാറ്റം കണ്ടോ. മുമ്പേ നമ്മൾ കണ്ട വഴിക്കെല്ലാം മറ്റേ ഒരു 10-20 അടി പൊക്കമുള്ള മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം തന്നെ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഒന്നുമില്ല. കുഞ്ഞു ചെടികൾ, ഒരു 2 അടി പൊക്കം മാക്സിമം ഉള്ള ചെടികളേ ഉള്ളൂ. നോക്കി, അങ്ങ് ദൂരെ വരെ നമുക്ക് കാണാം. ആകാശം ഒരുമാതിരി നമുക്ക് തൊട്ടടുത്ത് കാണാവുന്ന പോലെ. നോക്കി, മേഘങ്ങളൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന പോലെ. നമ്മുടെ പെരയ്ക്കകത്തിരുന്ന് മുകളിലോട്ട് നോക്കുമ്പം തട്ട് കാണാവുന്ന പോലെയാണ്, അല്ലെങ്കിൽ നമ്മുടെ സീലിംഗ് കാണാവുന്ന പോലെയാണ് മേഘങ്ങൾ കിടക്കുന്നത്. അത്ര അടുത്ത് കിടക്കുന്നതായിട്ട് നമുക്ക് തോന്നും. നോക്കി, ചെടികളും നോക്കി, വളരെ കുഞ്ഞു ചെടികളേ ഉള്ളൂ. ഇഷ്ടം പോലെ ആടുകളുണ്ട് കേട്ടോ, അതിനൊരു മാറ്റവും ഇല്ല. അപ്പോൾ നല്ല മൂടിയ കാലാവസ്ഥ ആയതുകൊണ്ട് ഡയറക്റ്റ് വെയിലൊന്നും അടിക്കുന്നില്ല. അതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ വേണ്ട. കുറേ നേരം കൂടിയൊരു ട്രക്ക് കണ്ടതാണ്. ഒരു വലിയ ട്രക്കാണ് കേട്ടോ, അതിന് പുറകിലോട്ട് 3 കമ്പാർട്ട്മെൻറ്റൊക്കെ ആയിട്ട് വലിയ ബമ്പൻ ട്രക്കാണ്.
അങ്ങനെ തന്നെ ഞങ്ങൾ പോയ വഴിക്ക് കണ്ട് കണ്ടതാണ് ഒരു യമു നിൽക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഈമു എന്ന് ഇവിടെ പറയും. പക്ഷികൾ, വലിയ വലിയ ഈമു പക്ഷികൾ കണ്ട് രണ്ടുപേരെ അതിൽ നടന്നു പോകുന്നു. നമുക്ക് ഇച്ചിരി സൂം ചെയ്താലേ കാണുള്ളൂ, ഇച്ചിരി ദൂരെ കേട്ടോ. എന്നാലും ഞങ്ങളിവിടെ വണ്ടി നിർത്തിയപ്പോൾ കണ്ടുകൊണ്ട് അതൊന്ന് സൂം ചെയ്തെടുത്തതാണ്. നോക്കി, മരങ്ങൾ 3 മരങ്ങൾ കാണാം, ഒരു 10-2000 ഏക്കറിനകത്ത് നോക്കി. അതുപോലെ ഇങ്ങനത്തെ ഇതിലോട്ട് നോക്കി, വളരെ കുറച്ച് മരങ്ങളേ ഉള്ളൂ, മേഘങ്ങൾ നമുക്ക് തൊട്ടടുത്ത് കാണാം. പിന്നെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്ക് അടിച്ചു വിട്ട് പോകാൻ തോന്നും. ചവിട്ടി കാലങ്ങ് ആക്സിലേറ്റർ അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി പറന്ന് കയറി പൊക്കോളും. പക്ഷേ നമുക്ക് പോകാനൊരു സ്പീഡ് ലിമിറ്റ് ഉണ്ട്, 110 km/h. അതിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ പണിയാണ്. ഞങ്ങൾ എന്നാലും സ്പീഡ് ലിമിറ്റ് അനുസരിച്ചാണ് കേട്ടോ, നമ്മളെപ്പോഴും വണ്ടി ഓടിക്കുമ്പോൾ ആ ഒരു രീതിയിലേ പോവുള്ളൂ. കാരണം അപകടം വരാനും എല്ലാം സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഇത് കണ്ടോ, ഇതിപ്പോൾ ഒരു വലിയൊരു ട്രക്ക് വരുന്നത്, അത് ഓവർലോഡാണ്. അപ്പം നമ്മൾ അവിടെ നിന്ന് മാറ്റി കൊടുക്കേണ്ടി വന്നു വഴിയിൽ നിന്ന്. അതിൻ്റെ പൈലറ്റ് വണ്ടി ഫ്രണ്ടിൽ പോരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അത് ഞങ്ങൾ പിന്നെ വേറൊരു സ്റ്റോപ്പിംഗ് ഏരിയയിൽ വന്നതുകൊണ്ട് ഇവിടെ ട്രക്കുകളെല്ലാം ഇഷ്ടംപോലെയൊക്കെ നിർത്തിയിടുന്നൊരു സ്ഥലമാണ്. ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു വേസ്റ്റ് ബിന്നുണ്ട്, ഇരിക്കാനുള്ള ചെറിയ സൗകര്യമുണ്ട്. അതുപോലെ എല്ലാം ഭയങ്കര വിശാലമായിട്ട് ഓപ്പൺ ആയിട്ടുള്ള സ്ഥലം. നോക്കി, ഒറ്റ മരങ്ങളില്ല ഈ ചുറ്റുപാട് വന്ന് ഇത് നോക്കിക്കഴിഞ്ഞാൽ നോക്കി, മരങ്ങളൊന്നുമില്ല, ആടുകൾ മാത്രം. കൗൺസിൽ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇവിടുത്തെ റീജിയണൽ കൗൺസിലുകൾ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇതൊക്കെ. കാരണം നമ്മൾ ആൾക്കാർ വരുന്ന യാത്രക്കാർക്ക് ഇരിക്കാനും വിശ്രമിക്കാനും ഒക്കെ ഉള്ളൊരു ഇതേ, പ്രത്യേകിച്ച് തണലോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് ആടാണെങ്കിൽ ഒരു കുഴപ്പമില്ല, അമ്മമാർക്ക് വലിയ പേടിയൊന്നുമില്ല. നമ്മുടെ അടുത്തൂടെ തന്നെ തീറ്റയൊക്കെ തിന്ന് നടക്കണം, നല്ല മെഴുത്തിരിക്കുന്നതാണ്. ഇതിനിടയ്ക്ക് ഇങ്ങനെ ട്രക്കുകൾ പോകുന്നുണ്ട്. കാറുകളൊക്കെ വളരെ വളരെ ചുരുക്കമായിരുന്നു ഞങ്ങളുടെ ആ യാത്ര കേട്ടോ. ബ്രോക്കൺ ഹില്ല് വരെ ഒരു കോബാറിൽ നിന്ന് ഞങ്ങൾ പോയിട്ട് ചിലപ്പോൾ ഒരു 100 വണ്ടിയായിരിക്കും മാക്സിമം കണ്ടത്. ഒരു 500 km പോയപ്പോൾ ഒരു 5 മണിക്കൂർ എടുത്ത് നമ്മൾ ഡ്രൈവ് ചെയ്ത് പോയപ്പോൾ കണ്ട മാക്സിമം വണ്ടികളാണ്. അതാണ് നമ്മൾ ബ്രോക്കൺ ഹില്ലിനോട് അടുത്തു. ബ്രോക്കൺ ഹില്ല് വരുമ്പോഴത്തേക്കും ടൈം ഡിഫറൻസ് പിന്നെ ഉണ്ട് കേട്ടോ. സിഡ്നിയെ കഴിഞ്ഞ് 1.5 മണിക്കൂർ കൂടെ പുറകിൽ അഡലേഡ് ടൈമാണ് ബ്രോക്കൺ ഹില്ലിൽ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ തന്നെ അടുത്തോട്ട് വന്നപ്പോൾ, അവിടെ വന്നപ്പോഴാണ് റേഞ്ച് വന്നത്. ബ്രോക്കൺ ഹില്ലിനൊരു 10-20 km മുമ്പ് വന്നപ്പോഴാണ് ഫോണിന് റേഞ്ചൊക്കെ ഉണ്ടായത്. അതുവരെ എനിക്ക് റേഞ്ചൊന്നും ഇല്ലായിരുന്നു. ഐ മീൻ വോഡഫോണിന് ഒരിടത്തും റേഞ്ചില്ല, സിറ്റി വിട്ട് കഴിഞ്ഞാൽ ഒരിടത്തും റേഞ്ചില്ല. ആൾഡിയുടെ സിമ്മാണ് സീലിയാടയിലുള്ള, അപ്പോൾ അതിന് പല സ്ഥലത്തും റേഞ്ച് ഉണ്ടായിരുന്നു കേട്ടോ. എന്നാണല്ലോ മേഘങ്ങളൊക്കെ നോക്കി നല്ല ഭംഗിയായിട്ടായിരിക്കുന്നത്, നല്ല മൂടി നിൽക്കുന്നതുകൊണ്ട് വലിയ ഡ്രൈവ് ഒത്തിരി ബോറിങ്ങും അല്ലായിരുന്നു. ഐ മീൻ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് വെയിലടിച്ച് കഴിഞ്ഞാൽ ഡ്രൈവിങ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ എന്നാലും ഇതൊരു നല്ല ഡ്രൈവായിരുന്നു. അപ്പോൾ എന്നാലും നമ്മൾ ടൗണിലോട്ട് അടുക്കുന്നതുകൊണ്ട് നമ്മുടെ സ്പീഡ് ലിമിറ്റൊക്കെ കുറഞ്ഞു കേട്ടോ. ഞങ്ങൾ എന്നാലും വേണ്ട സോണിയുടെ വീട്ടിൽ വന്നു. ഇതാണ് സോണിയുടെ കൊച്ച്, ഇളയ കൊച്ച് ജോഷു. ആണ് അവൻ്റെ കൂടെ കളിക്കുന്നുണ്ട്. അവൻ്റെ വീടിൻ്റെ ഇതാകട്ടോ, അവൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ തന്നെയാണ് ഹൈവേയുടെ ബാക്കി ഭാഗം പോകുന്നത്. ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് ക്രിസ്മസൊക്കെ പ്രമാണിച്ച്. ജോഷു എന്നാലും അതിലെ പിള്ളേർക്ക് കളിക്കാനുള്ള ഇടയാണ് നോക്കിയാൽ നല്ല ഭംഗിയായിട്ട് ഇട്ടിരിക്കുന്നത്. വീടിനൊരു ഗേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ പൂച്ചെടികളൊക്കെ ഉണ്ട്. ഈ വീടും റോഡുമായിട്ടുള്ള അകലം കൂടെ നോക്കിയോ, നല്ല ഇടയുണ്ട്. അപ്പോൾ അതായത് പെട്ടെന്ന് പിള്ളേരാരും വഴിയിലോട്ട് ഇറങ്ങുന്നൊന്നുമില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇതിവിടുത്തെ ഒരു ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ബ്രോക്കൺ ഹില്ല്. ബ്രോക്കൺ ഹില്ല് തന്നെ ഈ മൈനിങ്ങിന് പേര് കേട്ട ഒരു സ്ഥലമാണ്. ഇതിവിടുത്തെ ഒരു പഴയ മൈനാണ്. അപ്പം ഇതൊരു കുന്നുംപുറത്തായിരിക്കുന്നത്. അപ്പം ഞങ്ങൾ അതുകൊണ്ട് ഇവിടെ രാത്രി കാഴ്ചകൾ കാണാൻ വേണ്ടി വന്നതാണ്. ഈ മൈനിൻ്റെ ഈ സൈറ്റിൽ കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്രോക്കൺ ഹിൽ ടൗൺ മുഴുവൻ കാണാം. നോക്കി, ഇത്രേ ഉള്ളൂ. ഇതാണ് ഈ ബ്രോക്കൺ ഹിൽ ടൗൺ കേട്ടോ. വളരെ ചെറിയൊരു ടൗണാണ്, പോപ്പുലേഷൻ ആണെങ്കിലും വളരെ കുറവുള്ള ഒരു സ്ഥലമാണ്. ഇത് അവിടുത്തെ സോണി തന്നെ നമുക്ക് കാഴ്ചകളൊക്കെ കാണിച്ച് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ശരി, fall from rail truck, fell down shaft. Yes, lead poisoning, rock fall. Oh, crushed in cage. അതിന് സ്കിംസ് എന്ന് പറയുന്നത്. died in change house. ഹാർട്ട് ഫെയിലിയർ, റോക്ക് ഫോള്, ഫുഡ് ക്രാഷ്ഡ്, സെപ്റ്റിക്കായി മരിച്ചു, സഫക്കേറ്റഡ് ഇൻ ഓറ്, ഹാർട്ട് അറ്റാക്ക് അറ്റ് വർക്ക്. ഈ മെമ്മോറിയലിൽ മരിച്ച ആൾക്കാരുടെ വിവരങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ അവരെങ്ങനെയാണ് മരിച്ചതെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ വേണ്ട ഇങ്ങനെ ഒരു ചെറിയൊരു പ്ലാറ്റ്ഫോമിലോട്ട് വന്നപ്പോൾ വേണ്ട ഈ ബ്രോക്കൺ ഹിൽ ടൗണ്
നമുക്ക് കാണാം. അല്ല പുള്ളിക്ക് കൊടുക്കാൻ വേണ്ടി പുള്ളിക്ക് പുള്ളിയോട് കളിക്കണം. അതാണ് പുള്ളിയുടെ ആവശ്യം. This one is dinosaur. That's a T-Rex. Mama, Anna, it's biting me. It's biting me. I'm trying to play with Tusha. I'm not trying to Tusha. Tusha, come and play me. Okay, you can play with me. I can ഞാൻ പറ്റുതരാം. ഇവിടെ വെക്കാം. അവിടെ വെക്കണ്ടേ? ചേട്ടൻ വെടി വെച്ചിട്ട് അതിനൊന്ന് സ്റ്റെപ്പാവുമെന്ന് ചാടിക്കുമ്പോ പെട്ടെന്ന് റീഫിൽ ചെയ്താ പോയി. അത് കഴിഞ്ഞ് ഞാനും സോണിയും കൂടെ ചുമ്മാ ഒരു ഡ്രൈവിന് പോയതാ കേട്ടോ, പിറ്റേ ദിവസം രാവിലെ. അപ്പം ഞങ്ങൾ പോയപ്പോൾ കണ്ടത് അതിൻ്റെ ഇതൊരു വലിയ പ്രോപ്പർട്ടിയാണെന്ന് തോന്നുന്നു. അതിൻ്റെ ഫെൻസ് പണിയോ എന്തോ അതിനെന്തോ അവിടെ തെളിക്കുക എന്നാണല്ലോ, അതിൻ്റെ ബോർഡർ തെളിക്കുക ഒരു മെഷീൻ. ഇങ്ങനെ ഒരു സാധനം ഞാൻ ഇതിന് മുമ്പ് കണ്ടിട്ടില്ല, എന്നാ ടൈപ്പ് മെഷീനാണെന്നുള്ളത്. വേണ്ട നോക്കി മേഘങ്ങൾ വേണ്ട നമ്മുടെ തൊട്ട് മുകളിൽ നിൽക്കുന്ന പോലെ നോക്കി തൊട്ടടുത്തായിട്ട് കാണാം. ഞങ്ങൾ ചുമ്മാ നാടിനെയൊക്കെ ഒന്ന് കാണാനും ചുമ്മാ ഈ കുറ്റിച്ചെടികളൊക്കെ വളരുന്ന ഈ സ്ഥലമുണ്ടല്ലോ, ഇതെങ്ങനെയാണെന്ന് കാണാൻ വേണ്ടി പോയതാണ്. അപ്പം ഇതേണ്ട ആടെല്ലാം ചത്ത് കിടക്കുന്നതിൻ്റെ അസ്ഥികൂടം കിടക്കുന്നുണ്ടോ നോക്കി. പ്രത്യേകിച്ച് ഇതിന് പ്രൊഡക്റ്റേഴ്സ് ഒന്നുമില്ല, അതുകൊണ്ട് ഇവർ തന്നെ ജീവിച്ച് ഇവരുടെ കാലശേഷം ഇവർ തന്നെ മരിക്കും. ഇതിപ്പോൾ ഒത്തിരി ഈ ഫെറൽ ഗോഡ്സ് എന്നാണ് ഇതിന് പറയുന്നത്. ഈ ഫെറൽ ഗോഡ്സ് മറ്റ് ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ളൊരു സാധനം. അപ്പോൾ ഈ ഫെറൽ ഗോഡ്സിനെ പിടിച്ച് ഇവിടുത്തെ ആൾക്കാർ വിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, ചില ആൾക്കാരെ, ഈ ഫാമിൻ്റെ ഓണേഴ്സൊക്കെ. അതൊരു ഭയങ്കര എന്നാ പറയുന്നത് ലാഭമുള്ള പരിപാടിയാണെന്നിങ്ങനെ പറഞ്ഞു കേൾക്കുന്നു. അത് കഴിഞ്ഞതാണ്ട് ഞങ്ങൾ പിന്നെ ഇന്നലെ രാത്രി ഞങ്ങൾ കണ്ട ആ മൈൻ ഒന്നുകൂടെ കാണാൻ പോയി. അപ്പം പകൽ വന്നു കഴിഞ്ഞപ്പോൾ എന്താ അതിങ്ങനെ ഇരിക്കുന്നത് ഇത് കണ്ടോ, ആ മൈനിലോട്ട് കയറി പോകുന്നത്. അതാണ് ആ പ്ലാറ്റ്ഫോം നമ്മൾ ഇന്നലെ പോയി കണ്ട സ്ഥലം കേട്ടോ. ഇത് ആ മൈനിലോട്ട് പോകുന്ന വഴിയാണ്. ഇവിടെ എല്ലാം കല്ല് എല്ലാം കൂട്ടിയിട്ടുണ്ട്. ഈ അങ്ങനെ നമ്മൾ വട്ടം വളഞ്ഞതാണ്ട് ഈ മുകളിലോട്ട് കയറിപ്പോകുമ്പോൾ കുന്നിൻ്റെ മുകളിലോട്ട് കയറിപ്പോകുന്ന വഴിക്കുന്നുണ്ട്. ഇതാ കേട്ടോ ആക്ച്വൽ മൈൻ കേട്ടോ. ആ മൈൻ്റെ മൈൻ ഉണ്ടായിരുന്ന അവിടുത്തെ ആ കെട്ടിടങ്ങളും കാര്യങ്ങളും എല്ലാം
അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഷീറ്റെല്ലാം തുരുമ്പൊക്കെ പിടിച്ചാണ് നിൽക്കുന്നത്. ആ മൈനിലോട്ട് ഇറങ്ങിപ്പോകുന്ന ആ വഴിയും ആ ബിൽഡിങ്ങും കാര്യങ്ങളും എല്ലാം അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. മണ്ണെല്ലാം കോരിയിട്ട് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഒരു ഇത് പിന്നെ ഒരു കുന്നുംപുറത്തായിരിക്കുന്നത്. അപ്പോൾ ആ കുന്നുംപുറത്തിരിക്കുന്ന നമ്മൾ വളഞ്ഞങ്ങോട്ട് കയറിപ്പോവുക കുന്നിൻ്റെ മുകളിലോട്ട്. വെറും 17,000 ആൾക്കാർ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ബ്രോക്കൺ ഹില്ലിൽ താമസിക്കുന്നുള്ളൂ. കൂടുതലും മറ്റേ ഹെൽത്ത് കെയറും മൈനിങ് ഓപ്പറേഷൻസ് ഒന്നും ഇപ്പോഴില്ല. അതുകൊണ്ട് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. തീരെ ചില്ലറ സ്ഥലമൊന്നുമില്ല, വളരെ ഐസൊലേറ്റഡ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. പക്ഷേ സിഡ്നിയിൽ നിന്ന് 1100 കിലോമീറ്ററും അഡലേഡിൽ നിന്ന് 400 കിലോമീറ്ററൊക്കെ ദൂരെയാണ്. അപ്പോൾ ഇതൊരു ഈ മൈനിങ് മെമ്മോറിയലിലോട്ട് ഇപ്പോൾ ഞങ്ങൾ വന്ന കേട്ടോ. ഇവിടെ പകലത്തെ കാഴ്ചകൾ എങ്ങനെയാണെന്ന് അറിയാനായിട്ട്. ഇഷ്ടംപോലെ കാർ പാർക്കുണ്ട്. പോപ്പുലേഷനൊക്കെ വളരെ കുറവാണ്, അതുകൊണ്ട് വണ്ടികൾ വളരെ കുറവേ ഉള്ളൂ. ഞങ്ങളുടെ വണ്ടി കൂടാതെ ഒരു വണ്ടി കൂടെ ഉള്ളൂ അവിടെ മൊത്തം. വേറെ ഒത്തിരി ആൾക്കാരോ കാര്യങ്ങളോ ഒന്നുമില്ല. മൈനിലൊക്കെ ഉപയോഗിച്ചിരുന്ന വണ്ടികളും കാര്യങ്ങളും എല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. എക്യുപ്മെൻറ്റ്സും മൈനിങ് എക്യുപ്മെൻറ്റ്സും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം തുരുമ്പൊക്കെ പിടിച്ച് അവിടെയുണ്ട്. അതുപോലെ ഒത്തിരി കല്ലും കാര്യങ്ങളും എല്ലാം അവിടെ ഇവിടെയെല്ലാം കൂട്ടിയിട്ടുണ്ട്. ഈ ബ്രോക്കൺ ഹില്ലിൽ മെയിനായിട്ട് സിങ്ക്, ലെഡ്, സിൽവർ ഒക്കെയാണ് മൈൻ ചെയ്തെടുത്തുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വണ്ടി അത് നോക്കി എന്നാ നീളമുള്ള സാധനം. അതുപോലെ ഇതും അതിനകത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. തുരുമ്പൊക്കെ പിടിച്ചു പോയി. വേറെ ഇതിനകത്ത് ഈ മുകളിലാണല്ലോ മരങ്ങളൊന്നുമില്ല. എവിടെയാണ് മനു ഈ സ്ഥലത്തിൻ്റെ പേരെന്നാടാ? ബ്രോക്കൺ ഹിൽ മൈനേഴ്സ് മെമ്മോറിയൽ. If you go up there, you can see that. I think last time we went there was another motor underground there before. ഇല്ല, ഫസ്റ്റ് ടൈം. This is what they used to use. These machines. And this is a hotel. Okay, was it a hotel? മൈനിലോട്ട് ഇറങ്ങി പോകാനായിട്ട് പണ്ട് കാലഘട്ടങ്ങളിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ലിഫ്റ്റ് പോലത്തെ സംഭവങ്ങളൊക്കെ കേട്ടോ ഈ കാണുന്നത്. അതുപോലെ ഇത് കണ്ടോ, എനിക്ക് കുറേ ആൾക്കാർക്ക് ഒരുമിച്ച് ഇറങ്ങി പോകാവുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ എന്നാലും അതെല്ലാം അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ നമുക്കത് കാണാം. ഒരു ചക്രമൊക്കെ ഉള്ളൊരു വണ്ടിയുണ്ട്. അതുപോലെ ഇവിടുത്തെ വിവരങ്ങളെല്ലാം എന്നാലും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇവിടെ എഴുതുന്നുണ്ട്. അത് നിലത്തൂടെയല്ല, നമ്മൾ ഈ മണ്ണിക്കൂടെയല്ല നമ്മൾ നടക്കുന്നത്. നമ്മളൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്ലാറ്റ്ഫോമിൽ കൂടെയാണ്. കാരണം ഇവിടുത്തെ മണ്ണിലും ഈ ലെഡിൻ്റെ അംശം വളരെ കൂടുതലാണെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഈ കല്ല് കിടക്കുന്നുണ്ടോ, കല്ലിൻ്റെ കളർ തന്നെ വ്യത്യാസമാണ്. അപ്പം അത് നമ്മുടെ ബോഡിക്ക് ലെഡ് അത്ര നല്ല ഒരു മെറ്റൽ അല്ലെങ്കിൽ ഒരു മിനറൽ അല്ലാത്തതുകൊണ്ട് എന്നാലും നമ്മൾ മണ്ണിൽ സ്പർശിക്കാതെയാണ് നമ്മൾ ഇതിനകത്തൂടെ എല്ലാം ഈ കാഴ്ചകൾ കാണാനായിട്ട് പോകുന്നത്. അതുപോലെ അങ്ങനെ പോയപ്പോൾ ഇവന്മാർ രണ്ടുപേരും ഇതിൽ ഓടിക്കളിക്കുന്നുണ്ട്. കാരണം പിള്ളേർക്ക് നല്ല ഓപ്പൺ ആയിട്ടുള്ള ആൾക്കാരൊന്നുമില്ല. അതുപോലെ തന്നെ മൈനിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വേറൊരു വണ്ടിയാണ് ആ കാണുന്നത്. നോക്കി, ഒന്നും മണ്ടയൊന്നുമില്ല, ടയറൊന്നും ഫ്ലാറ്റ് ആയിട്ടില്ല കേട്ടോ. മുമ്പേ കണ്ട ഒരെണ്ണത്തിൻ്റെ ഒരു ടയർ, പുറകിലത്തെ ടയർ ഫ്ലാറ്റായിരുന്നു. ഇതിൻ്റെ എന്നാലും ടയറൊന്നും പോയിട്ടൊന്നുമില്ല. അതുപോലെ ക്യാമറയും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. ആൾക്കാരുടെ സേഫ്റ്റിയും മോണിറ്റർ ചെയ്യാനും ഒക്കെ ആയിരിക്കും. നല്ല വിശാലമായ ആകാശം നോക്കി. ഇതിന് മുകളിൽ നിന്നപ്പോൾ തന്നെ നോക്കി എന്തോരം എത്ര ഒരു കിലോമീറ്ററുകളെങ്കിൽ ദൂരെ നമുക്ക് കാണാം. Okay. Okay. That's the view of the place. അതുപോലെ ഇവിടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനും വീടുകളും ടൗണും എല്ലാം നല്ല ഭംഗിയായിട്ട് കാണാം. നല്ല കാലാവസ്ഥയുള്ളൊരു ദിവസമായിരുന്നു, നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ദിവസമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്കതൊരു നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്നാണല്ലോ അവിടെ. എനിക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഞങ്ങൾ കുറച്ച് നേരം കണ്ടു. വളരെ ചെറിയൊരു ടൗണാണ്, എന്നാൽ ഒത്തിരി ഹിസ്റ്ററി ഉള്ളൊരു ടൗണാണ്. ഒരു കാലഘട്ടത്തിൽ എന്നാ പറയുന്നത് ഒത്തിരി പോപ്പുലർ ആയിട്ടുള്ളൊരു ടൗണായിരുന്നു. ഈ മൈനുകളും കാര്യങ്ങളൊക്കെ ആക്റ്റീവായിരുന്ന ഒരു കാലഘട്ടത്തിൽ. ഇപ്പം മൈനിങ്ങുകളൊന്നുമില്ല, അപ്പം മൈനിങ് ഒന്നും നടക്കുന്നില്ല. അപ്പം
ഇപ്പോൾ അത് ഭയങ്കര എന്നാ പറയുന്നത്, ആ ഒരു വലിയ ടൗണായിട്ടിരുന്ന ഒരു ടൗൺ ഇപ്പം ഒന്നും ഇല്ലാതായിക്കൊണ്ടിരിക്കുക. ഐ മീൻ ഇവിടെ ഒരു $500 വീടിന് റെൻറ്റും കിട്ടും. ഒരു $300,000 $400,000 കൊടുത്തു കഴിഞ്ഞാൽ ഒരു $200,000 തൊട്ട് വീട് മേടിക്കാൻ കിട്ടും. പക്ഷേ വീടുകളിലൊന്നും അത്ര അത്ര വലിയ കണ്ടീഷൻ വീടുകളൊന്നുമല്ല. എന്നാലും എന്നാ പറയുന്നത്, $500 റെൻറ്റ് കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഹോസ്പിറ്റലും യൂണിവേഴ്സിറ്റിയും അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആൾക്കാർ ഇവിടെയുണ്ട്. പിന്നെ പ്രായമായ ആൾക്കാർ ഒത്തിരി താമസിക്കുന്ന ഒരു സ്ഥലമാണ്. ചെറുപ്പക്കാരൊക്കെ ഒത്തിരി പേരും ഈ പറഞ്ഞ പോലെ ടൗണിലോട്ടൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെയാണ് ഈ നാട്ടിലെ ഒരവസ്ഥ. എന്നാലും അത് വിദേശത്തു നിന്ന് വരുന്ന നേഴ്സുമാർക്കും ഒക്കെ നല്ലൊരു സൗകര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ജോലി കിട്ടാനും ഒക്കെ എളുപ്പമാണ്. ഇച്ചിരി റിമോട്ടായിട്ടുള്ള സ്ഥലമാണെന്നുള്ളതേ ഉള്ളൂ. എന്നാൽ ഈ പറഞ്ഞ പോലെ എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എയർപോർട്ടും കാര്യങ്ങളൊക്കെ ഇച്ചിരി ദൂരെയാണെന്ന് മാത്രം. ഒന്നെങ്കിൽ അഡ്ലൈഡിന് പോകണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ സിഡ്നിക്ക് പോകണം, അല്ലെങ്കിൽ മെൽബൺ പോകണം. വണ്ടി കാർ ഡീലർഷിപ്പുകളും അങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട്. പെട്രോൾ പമ്പുകൾ, സൂപ്പർ മാർക്കറ്റുകൾ, കടകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. സ്കൂളുകളുണ്ട്, യൂണിവേഴ്സിറ്റി ഉണ്ട്, പ്രൈവറ്റ് സ്കൂളുണ്ട്, മറ്റേ പബ്ലിക് സ്കൂളുണ്ട്, ഡേ കെയർ, കിൻഡർ ഗാർഡൻ, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഹോസ്പിറ്റൽ തന്നെ ഉണ്ട്. അപ്പം ഇതൊരു തീരെ ചെറിയ ടൗണൊന്നും പറയാൻ പറ്റില്ല. കാരണം വലിയൊരു ടൗണാണ്, റിമോട്ടാണെന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇത് കണ്ട് ട്രെയിൻ വരുന്നുണ്ട് ഇങ്ങോട്ട്. പക്ഷേ അത് കൂടുതലും മറ്റേ നമ്മുടെ ചരക്ക് നീക്കത്തിനുള്ള കൽക്കരിയും സംഭവങ്ങളൊക്കെ കൊണ്ടുപോകാനുള്ള മൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ട്രെയിനുകളാണുള്ളത്. അതുപോലെ ഇവിടെ എയർപോർട്ട് ഇല്ലെന്ന് ഞാൻ പറഞ്ഞത് അതൊരു പെശകുണ്ട് കേട്ടോ. കാരണം ഇവിടെ എയർപോർട്ടുണ്ട്, ഡൊമസ്റ്റിക് എയർപോർട്ടാണെന്ന് മാത്രം. ഇൻ്റർനാഷണൽ എയർപോർട്ട് പോകണമെങ്കിൽ നമ്മൾ സിഡ്നി, മെൽബൺ അല്ലെങ്കിൽ അഡലൈഡ് പോകണം. ഡൊമസ്റ്റിക് എയർപോർട്ട് ഉണ്ട്, സിഡ്നിയിൽ നിന്നും അഡലൈഡിൽ നിന്നും എല്ലാം ഫ്ലൈറ്റ് ഉണ്ട് ഇങ്ങോട്ട്. ഫെയർ കൂടുതലാണെന്ന് മാത്രം, കാരണം ചെറിയ പ്ലെയിനുകളാണ് വരുന്നത്. എന്നാലും എയർപോർട്ടുണ്ട് ഇവിടെ. അപ്പം കാരണം മൈനിങ് ടൗണുകളിലെല്ലാം എയർപോർട്ട് ഉണ്ടല്ലോ, ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പയ്യെ തിരിച്ച് കാർ പാർക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് ഇച്ചിരി നടക്കാനുണ്ട് കേട്ടോ അങ്ങോട്ട്, ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന്. എന്നുള്ള നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലൊരു അതായത് ഈ ടൗണിൻ്റെ കാഴ്ച കാണാൻ പറ്റിയൊരു സ്ഥലമായിരുന്നു കേട്ടോ ഈ മെമ്മോറിയൽ. പിള്ളേരൊക്കെ ആണല്ലോ ഇത് നല്ല ക്ലിയർ ആയിട്ടുള്ള നല്ല ഓപ്പൺ ആയിട്ടുള്ള സ്ഥലമായതുകൊണ്ട് അവർക്ക് ഇതിൽ ഈ വോക്ക് വേ കൂടെ നടക്കാനും കളിക്കാനും ഒക്കെ പറ്റും. അവരാണല്ലോ നല്ലപോലെ എൻജോയ് ചെയ്തു. വേണ്ടേ നമ്മുടെ ഇമ്മാനുവൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പാറ ഉണ്ട്, ഇതിനകത്ത് ലെഡിൻ്റെ അംശം കൂടുതൽ. ഇത് പാറയെന്ന് പറയാൻ പറ്റുമല്ല, ഇതിനകത്ത് ഒത്തിരി മെറ്റൽസ് ഉള്ളൊരു സംഭവമാണ്. അതിൻ്റെ കളർ തന്നെ നോക്കി, അതിൻ്റെ വ്യത്യാസം നോക്കി. നമ്മുടെ നാട്ടിലെ ഒരു പാറക്കഷ്ണം പോലെയാണോ എന്ന് നോക്കിയത്. അത് ഞങ്ങൾ അടുത്ത സ്ഥലം കാണാൻ പോയപ്പോൾ കണ്ട ഒരു കാഴ്ചയാട്ടോ ഇത്. ഒരു ഈമും അതിൻ്റെ 4 കുഞ്ഞുങ്ങളും കൂടെ റോഡ് സൈഡിൽ നിൽക്കുന്നു. ഇഷ്ടം പോലെ റോഡ് സൈഡിൽ ഇടയുണ്ട്. അതുപോലെ വണ്ടികളും വളരെ കുറവായതുകൊണ്ട് ഞങ്ങൾ അവിടെ നിർത്തി. 80 സോണാണ് ഓട്ടോ. അപ്പോൾ ഇതുമാരുടെ അടുത്ത് ഞാൻ സൂം ചെയ്തെടുത്ത ഓട്ടോ, അത്രയും തൊട്ടടുത്തൊന്നുമല്ല അവർ നിൽക്കുന്നത്. അപ്പം അതിൻ്റെ അത്യാവശ്യം വലിപ്പമുള്ള കുഞ്ഞുങ്ങളോ നോക്കി, 4 കുഞ്ഞുങ്ങളുമുണ്ട്, ഒരു അമ്മക്കിളിയുണ്ട്. അപ്പുറത്തെ സൈഡിലാണെങ്കിൽ ഒരു ആടും കാര്യങ്ങളൊക്കെ അവിടെ നിൽപ്പുണ്ട്. ചെറിയ കുറ്റിച്ചെടികൾ, വലിയ മരങ്ങളൊന്നുമില്ല. ചെറിയ കുന്നും, ഇവിടെ കുറച്ചുകൂടെ കുന്നും പ്രദേശമാട്ടോ. ഇപ്പം ഞങ്ങൾ ഇപ്പോൾ പോകുന്നത് മണ്ടി എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ടാണ്. അപ്പോൾ സിൽവർട്ടൺ എന്ന് പറഞ്ഞൊരു ടൗൺ കഴിഞ്ഞ് വേണം അങ്ങോട്ട് പോകാനായിട്ട്. അപ്പം വൈകുന്നേരമായി. അപ്പം തന്നെ ഞങ്ങൾ സിൽവർട്ടണിൽ വന്നു. സിൽവർട്ടൺ എന്ന് പറഞ്ഞാൽ ഇവിടെ സിൽവർ കുഴിച്ചെടുത്തുകൊണ്ടിരുന്ന ഒരു പഴയ അബോറിജിനൽ ഒരു ഇൻഡിജിനസ് ഓസ്ട്രേലിയൻ ടൗണാണ്. വളരെ ചുരുക്കം ആൾക്കാരെ താമസിക്കുന്നുള്ളൂ. അപ്പം ഞങ്ങളപ്പോൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ആ മണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകുന്ന വഴിയിലാണ് ഈ സിൽവർട്ടൺ ഉള്ളത്. അവിടെ വലിയൊരു സിൽവർട്ടൺ എഴുതിയൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അതിനകത്തൂടെ നമുക്ക് സൺലൈറ്റ് വരുമ്പോൾ നമ്മളവിടെ നിൽക്കുവാണെങ്കിൽ നല്ല രസമുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഞങ്ങൾ വൈകുന്നേരമാണ് പോയത്. ഇതിപ്പോൾ ഏകദേശം ഒരു 6-7 മണി ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇവിടെ ഒരു 9 മണി വരെയൊക്കെ സൂര്യപ്രകാശമുള്ളൊരു സ്ഥലമാണ്. ഐ മീൻ സൺസെറ്റ് ആകുന്നത് 9 മണിക്ക്, 8:45, 9 മണിക്കൊക്കെയാണ്. അത്രയും പകൽ വെളിച്ചം അത്രയും കൂടുതലുള്ളൊരു സ്ഥലമാണ്. ഇതുണ്ട് 100 കിലോമീറ്റർ സോണാണ്. നമുക്ക് അടിച്ചുവിട്ട് പോവാം, വണ്ടികളൊന്നുമില്ല. 100 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അടിച്ചുവിട്ട് പോകാമെന്ന് ഞാൻ പറഞ്ഞെങ്കിലും 100 കിലോമീറ്റർ സോണിൽ 100 കിലോമീറ്ററിന് മുകളിൽ നമ്മൾ പോകാറില്ല. അതുപോലെ ഇവിടെ ഒത്തിരി കാറ്റാടിപ്പാടങ്ങളും കാറ്റാടി യന്ത്രമൊക്കെ കാണാൻ കേട്ടോ നമുക്കിതിലെ പോകുമ്പോഴേ. കാരണം പ്രത്യേകിച്ച് പോപ്പുലേഷനോ കാര്യങ്ങളോ മനുഷ്യരൊന്നും താമസിക്കുന്നില്ല. വീടുകളോ കാര്യങ്ങളോ ഒന്നും കാണാനില്ല. ടൗണുകളിൽ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ചുമ്മാ പുൽപ്രദേശങ്ങൾ, ചെറിയ പുൽപ്രദേശമൊന്നും പറയാൻ പറ്റില്ല, ചെറിയ കുറ്റിച്ചെടികളുള്ള പ്രദേശം. ഇതാണ് കേട്ടോ ആ മണ്ടി ലുക്കൗട്ട്. ഇവിടെ ഒരു ചെറിയ ഒരു
നിരപ്പായിട്ടുള്ളൊരു സ്ഥലമുണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സൺസെറ്റ് കാണാം. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അത് വളരെ ഓപ്പൺ ആയതുകൊണ്ട് മരങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങ് ദൂരെ വരെ കാണാം. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഇങ്ങനെ വശത്ത് കുറേ മലകളും കാര്യങ്ങളും ഉണ്ട്. കണ്ട കാറ്റാടി പാടങ്ങളൊക്കെ ഇതാ ഈ ഭാഗത്താണ്. എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല കാറ്റും ഉണ്ട് കേട്ടോ. കുറച്ച് ആൾക്കാർ ഞങ്ങളിപ്പോൾ ഇവിടെ വന്നപ്പോൾ കുറച്ച് ആൾക്കാർ ഇവിടെയുണ്ട്. ഈ ഒരു കാർ പാർക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല, ചുമ്മാ മണ്ണ് നിരപ്പാക്കിയിട്ടൊരു സ്ഥലം. അവിടെ കുറേ ആൾക്കാരുണ്ട്. ഞങ്ങളും ആ കൂട്ടത്തിൽ കൂടി സൺസെറ്റ് കാണാനായിട്ട് അവിടെ ഇരുന്നു. പിള്ളേരൊക്കെ അതിലെ ഓടിക്കളിക്കുന്നുണ്ട്. ആടാണ്. ഇപ്പോൾ ഈ മലകളിലോട്ടൊക്കെ നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആടുകളെ കാണാം. ഇതുണ്ട് നോക്കി പയ്യെ സെറ്റാകുന്നതിൻ്റെ ഒരു വീഡിയോ കേട്ടോ. ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം കാഴ്ചയൊക്കെ കണ്ട്. നല്ല ഇഷ്ടം പോലെ ഈച്ചയുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇവിടെ. അങ്ങനെ ഒരു കുഴപ്പം കൂടെ ഉണ്ട്. ഞങ്ങൾ വയ്യ ഞാനിത് വണ്ടിയെ വെച്ചോ കേട്ടോ. വേണ്ടേ സൺസെറ്റ് ആവുക. ഇത് എത്ര കിലോമീറ്റർ ദൂരെയാണെന്ന് നോക്കി. ഇപ്പം നമുക്ക് ആ കാണാവുന്നടോ സൺസെറ്റ് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് പയ്യെ പോരാനുള്ള പരിപാടിയാണ്. അവിടുന്ന് പോകുന്നു നോക്കി. ഇപ്പോൾ ആകാശത്തോട്ട് നോക്കി. എന്നാ രസമാണെന്ന് നോക്കി. ഞങ്ങൾ തിരിച്ചിപ്പോൾ നമ്മുടെ സിൽവർട്ടൺ എന്ന് പറഞ്ഞാൽ ടൗണിൽ വന്നത് കേട്ടോ. ടൗണല്ല, ആ ഒരു ചെറിയ ഗ്രാമത്തിൽ വന്നതാണ്. അപ്പം വലിയ കടകളോ കാര്യങ്ങളോ ഒന്നുമില്ല. 1-2 കൊച്ചു കടകളേ ഉള്ളൂ. ഇതുണ്ട്. എന്നാൽ ഇവർ ഈ വീട്ടുകാർ നല്ല ക്രിസ്മസ് സ്പിരിറ്റുള്ള ആൾക്കാരാണ്. ഇഷ്ടംപോലെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ആകാശത്തോട്ട് നോക്കിയാൽ നല്ല ചുമന്ന ആകാശം. എന്നാ രസമാണെന്ന് നോക്കി. ആകാശത്തോട്ട് നോക്കി കഴിഞ്ഞാൽ അതുപോലെ നല്ല വെളിച്ചമാണ് നോക്കി. ഇത്ര സമയമായെന്ന് കണ്ടാൽ പറയുമോ. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് രാത്രി സോണിയുടെ വീട്ടിൽ വന്നു. പിള്ളേർ പിന്നെ അവിടെ കളിച്ചുകൊണ്ടിരിപ്പുണ്ട്. രണ്ടുപേരുടെ ജോഷുവായും ഇവാനും ഒരേ പ്രായക്കാരാണ്. അപ്പോൾ അമ്മ രണ്ടുപേരുടെ അവിടെ കളിക്കുന്നു. എമ്മാനുവൽ അമ്മ രണ്ടുപേരുടെ കൂട്ടായതുകൊണ്ട് എമ്മാനുവൽ അപ്പുറത്ത് കിടക്കുന്നു. ആരായില്ല തവളയാട്ടോ ആണൊക്കെ കളിക്കുന്നുണ്ട്. ഒരു സെക്കൻഡ് കസിൻസാണ്. അപ്പം ഞങ്ങൾ ഇവിടെ ഇപ്പോൾ ഈ അത്താഴം കഴിക്കാനുള്ള പരിപാടിയിലാണ്. ചിങ്കുളു മിസ്റ്റർ മനു നമുക്ക് പോയാലോ? Are you ready? Ready boys? Good boys. അങ്ങനെ ഞങ്ങൾ രാവിലെ തിരിച്ചു പോവാണ്. അപ്പം ഞങ്ങൾ പയ്യെ യാത്രയൊക്കെ പറഞ്ഞ് പയ്യെ പോവാണ്. ഇനി നമുക്കൊരു 1500 ചില്ലറ കിലോമീറ്ററോളം ഉണ്ട് തിരിച്ച് നമ്മുടെ വീട്ടിൽ വരാൻ. തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. ഇന്നത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഡബ്ബോയാണ്. ബ്രോക്കൺ ഹില്ലിൽ നിന്ന് ഡബ്ബോയ്ക്ക് 749 കിലോമീറ്റർ ഉണ്ട്. ബ്രോക്കൺ ഹില്ലിൽ ന്യൂ സൗത്ത് വെയിൽസ് ആണെങ്കിൽ തന്നെ ന്യൂ സൗത്ത് വെയിൽസിലെ ടൈം അല്ല കേട്ടോ. ഇവിടെ അഡലേഡ് ടൈമാണ് ഫോളോ ചെയ്യുന്നത്. കാരണം നമ്മുടെ ക്യൂൻസ്ലാൻഡ് ടൈമായിട്ട് അരമണിക്കൂർ വ്യത്യാസമേ ഉള്ളൂ. ഏകദേശം ഞങ്ങളൊരു 25 കിലോമീറ്റർ ആയി. ഇനിയിപ്പം പയ്യൊരു 725 കിലോമീറ്റർ കൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഡബ്ബോയായി. വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പം ഇനി തൊട്ട് ഇവിടുന്ന് റേഞ്ചില്ല. ഇപ്പോൾ ഇത് തീർന്നു. ഇനി റേഞ്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ കോബാർ ചെല്ലുന്നിടം വരെ. കോബാർ എന്ന് പറഞ്ഞൊരു ടൗൺ. അവിടുന്നോട്ടൊരു 450 കിലോമീറ്റർ ഉണ്ട്. അവിടെ ചെല്ലുന്നിടം വരെ ഇനി റേഞ്ചില്ല. അതാണ് ഏറ്റവും വലിയ വിശേഷം. കോബാർ ടൗണിലുണ്ട്, പിന്നെ നിങ്കൻ ടൗണിലുണ്ട്. അങ്ങനെയുള്ളടത്തൊക്കെ റേഞ്ച് ഉണ്ട്. പിന്നെ നിങ്കനിൽ നിന്ന് അങ്ങോട്ട് ഡബ്ബോയ്ക്ക് പോകുന്ന വഴിക്ക് റേഞ്ച് ഉണ്ട്. ഇടയ്ക്ക് വരുവാൻ പോവുകയൊക്കെ ചെയ്യുമെങ്കിലും റേഞ്ച് ഉണ്ട്. വേണ്ട വഴിയിലോട്ട് നിൽക്കുന്നുണ്ട്. ആട് വഴി ക്രോസ് ചെയ്യുന്നുണ്ട്. ഇഷ്ടംപോലെ ആടുകളാണ് റോഡിൽ. തള്ളയും കുഞ്ഞുങ്ങളും എല്ലാം ഉണ്ട്. ഓലയും ഇമും ഒക്കെ ഉണ്ട്. ഇഷ്ടംപോലെയുണ്ട്. രാവിലെ എല്ലാവരും പയ്യെ തീറ്റയൊക്കെ നേടാൻ ഇറങ്ങിയിരിക്കും. ഇവിടുത്തെ ടെമ്പറേച്ചർ ഇപ്പോൾ 24 ഡിഗ്രി. രാവിലെ 9:15 ആയതേ ഉള്ളൂ ഇവിടുത്തെ ടൈം. നല്ല ചൂടാ എന്നാണല്ലോ. 24 ഡിഗ്രി ആണേലും നല്ല ചൂടാ. പകല് കൂടുതലുള്ള സമയമാണല്ലോ ഇവിടെയൊക്കെ. നമ്മൾ സാധാരണ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർക്ക് ഫുഡൊക്കെ കൊടുത്ത് അവന്മാരുടെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അവന്മാർ ഇനിയിപ്പം നമ്മൾ വണ്ടിയിൽ കയറിയുന്ന ഒരു 2-3 മണിക്കൂറേലും മിനിമം ഡ്രൈവ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ വൈകുന്നേരം ആകുമ്പോഴേ ഇവിടെ ഡബോയ് ചെല്ലുള്ളൂ. കാരണം 700 ചില്ലറ കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ചെറിയ റെസ്റ്റിംഗ് ഏരിയയിൽ നിർത്തിയിട്ട് ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ ഇതുണ്ട്. ഇപ്പോൾ നമ്മൾ കോബാർ കഴിഞ്ഞ് ഇപ്പോൾ കുറേശ്ശെ വണ്ടികളൊക്കെ ആയിട്ടുണ്ട്. റെസ്റ്റിംഗ് ഏരിയയിൽ നിർത്തി. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് നിർത്തി കേട്ടോ. നിർത്തി ഫുഡൊക്കെ കഴിച്ചു.
പിള്ളേർക്ക് ഫുഡൊക്കെ കൊടുത്ത് പിള്ളേരൊക്കെ ഹാപ്പിയായി. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് വേണ്ട ഒരു ഓവർ സൈസ് ലോഡ് വരുന്നത്, ഒരു ചെറിയ വീടൊക്കെ ആയിട്ട് പോകുന്നത്. അപ്പോൾ അതിന് മുമ്പിലും പുറകിലും എല്ലാം നടുക്കും എല്ലാം വണ്ടികളുണ്ട്, പൈലറ്റ് വണ്ടികളുണ്ട്. അപ്പോൾ അവർ നമുക്ക് നിർദ്ദേശങ്ങൾ തരുന്നുണ്ട്, നമ്മൾ ഒതുങ്ങി കൊടുക്കേണ്ടടുത്ത് ഒതുങ്ങി കൊടുക്കണം, ചിലയിടത്ത് നമ്മൾ വണ്ടി നിർത്തി കൊടുക്കണം. അപ്പോൾ അത് കഴിഞ്ഞാണ് ഞങ്ങൾ വണ്ടി ഇങ്ങനെ വിട്ടു പോന്നുകൊണ്ടിരിക്കുവാണ്. ഭൂപ്രകൃതിയൊക്കെ ഏകദേശം അതുപോലെ തന്നെ നല്ല കാലാവസ്ഥയാണ്. മേഘങ്ങളൊക്കെ ആകാശത്തോട്ടൊക്കെ നോക്കിയാൽ തന്നെ നമ്മുടെ മനസ്സ് കുളിരുന്ന കാഴ്ചയാണ്. നോക്കി മേഘങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ടാണ് നിൽക്കുന്നത്. ഡബ്ബോയിലായിരുന്നു ഞങ്ങൾ രാത്രി അക്കോമഡേഷൻ എടുത്തിരിക്കുന്നത്. അപ്പം അവിടെ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ വൈകിട്ട് അവിടെ താമസിച്ച് നാളെ രാവിലെ തിരിച്ച് പോകാനുള്ള ഒരു പ്ലാനിലാണ് ഇരിക്കുന്നത്. അപ്പം ആ പോകുന്ന വഴിക്ക് കണ്ടൊരു കാഴ്ച കേട്ടോ. ഞങ്ങൾ ഇടയ്ക്ക് ചെറിയ ബ്രേക്കിനായിട്ട് വണ്ടി നിർത്തിയത്, പിള്ളേരാണല്ലോ ഇരുന്ന് മടുത്ത് കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ പയ്യെ ഒരു 3 മണിക്കൂറൊക്കെ കൂടുമ്പോൾ നമ്മൾ വണ്ടി നിർത്തി ഇറങ്ങി പിള്ളേർക്ക് ഫുഡൊക്കെ കൊടുത്ത് അവർ പയ്യെ ഇച്ചിരി അതിലേക്ക് ഓടി നടന്ന് നമ്മളതുപോലെ തന്നെ ഇച്ചിരി മൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു നല്ല റെസ്റ്റാവും. അങ്ങനെ ഞങ്ങൾ ഡബ്ബോയിൽ ഒരു ദിവസം ഞങ്ങൾ അവിടെ താമസിച്ച് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ പയ്യെ ഫുഡൊക്കെ കഴിച്ചിട്ട് വണ്ടി എടുത്ത് പോരും അവിടെ. ഇനി ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം ന്യൂകാസിലാണ്. ന്യൂകാസിൽ പോകുന്ന വഴിക്ക് ഉള്ള കാഴ്ചയാണ് കേട്ടോ ഇത്. അപ്പം ഞങ്ങളൊരു ഉച്ച കഴിഞ്ഞ് ഒരു 2 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ന്യൂകാസിൽ എത്താമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പോയ വഴിക്ക് കണ്ടൊരു കാഴ്ച കേട്ടോ. ഞങ്ങൾ ഇടയ്ക്ക് വണ്ടി നിർത്തിയായിരുന്നു. ഇവിടെ ഒരു ചെറിയ ടൗൺ കണ്ടപ്പോൾ അവിടെ വണ്ടി നിർത്തിയായിരുന്നു. കാരണം അവിടെ കടയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു IGA ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ പോയി പിള്ളേർക്ക് ഇച്ചിരി ഫുഡൊക്കെ മേടിച്ചു. അപ്പോൾ അങ്ങനെ കണ്ടൊരു കാഴ്ച നോക്കിയാൽ നല്ല ചെമ്മരിയാടുകളൊക്കെ ഉള്ള ആടുകളൊക്കെ ഇഷ്ടം പോലുള്ളൊരു സ്ഥലമാണ്. ഒരു ചെറിയ പാർക്കും കാര്യങ്ങളുണ്ട്. അപ്പം പിള്ളേർക്കൊക്കെ ഓടിക്കളിക്കാം. ഞങ്ങൾ ഇത്ര നേരം വണ്ടിയിലൊക്കെ ഇരുന്നതല്ലേ, അപ്പോൾ അവന്മാർ വേണ്ട ഇതിനകത്തൂടെ കളിക്കുന്നുണ്ട്. ഞാനവിടെ പോയി കടയിൽ പോയി കുറച്ച് ഫുഡൊക്കെ മേടിച്ച് പിള്ളേർ ഫുഡൊക്കെ കഴിച്ചിട്ട് വേണ്ട അത് കഴിഞ്ഞ് കളിക്കാനായിട്ട് പോയത് കേട്ടോ. ചെറമിയാണ്ട് ഒരു ഊഞ്ഞാല ഇരുന്ന് ആടുന്നുണ്ട്, പുള്ളിയുടെ ഫേവറേറ്റ് പരിപാടി. ജോഷു ആണ്ട് അടുത്ത സ്വിങ്ങ് കയറുന്നുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങളിരിക്കുന്നു. ഇതാണ് നല്ല തണുത്ത കാലാവസ്ഥയുള്ളൊരു സ്ഥലമാണ്. അപ്പുറത്താണെങ്കിൽ മറ്റേ ഈ ധാന്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന വലിയൊരു സ്ട്രക്ചറുണ്ട്. അതൊക്കെ കണ്ട് അതായത് നല്ല പെയിൻറ്റിങ് എല്ലാം ചെയ്തിട്ടുണ്ട്. നല്ല ചെമ്മരിയാടിൻ്റെയൊക്കെ പടം വരച്ച് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും പോന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതൊക്കെ കഴിഞ്ഞ് ന്യൂകാസിൽ ലക്ഷ്യമാക്കി വരുമ്പോൾ ചെറിയ മേഘങ്ങളൊക്കെ കൂടിയിട്ടുണ്ട്. മഴ പെയ്യാനുള്ളൊരു സാധ്യതയൊക്കെ കാണുന്നുണ്ട്. എങ്ങനെ മഴ പെയ്യുമോ ഇല്ലയോ എന്നറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ചെന്നാളും ആൽബിൻ്റെ അടുത്ത് വന്ന്, ആൽബിൻ ന്യൂകാസിലുണ്ട്, ആൽബിൻ്റെ അടുത്ത് വന്ന് ആൽബിൻ്റെ അടുത്തും കുറച്ച് നേരമൊക്കെ ചിലവഴിച്ച് ഞങ്ങൾ പയ്യെ തിരിച്ച് ബ്രിസ്ബനിലോട്ട് പോകുന്നു. അതാണ് നമ്മുടെ ഇന്നത്തെ യാത്ര കേട്ടോ. ഇതാണ് ആ സിൽവർ ടണി വെച്ച് ഞാൻ എടുത്ത കുറച്ച് ഫോട്ടോസൊക്കെ കേട്ടോ. അത് നോക്കിയാൽ ആ സണ്ണ് അതിനകത്തോട് വരുമ്പോഴത്തേക്കും നല്ല രസമല്ലേ കാണാൻ. അതുപോലെ വിൽക്കാനിയ എന്ന് പറഞ്ഞൊരു ടൗൺ കഴിഞ്ഞ് ഞങ്ങൾ വന്നു കേട്ടോ. ആ വിൽക്കാനിയ എന്ന് എടുത്തൊരു ഫോട്ടോ കേട്ടോ. ഇത് വിൽക്കാനിയ ഭയങ്കരമായിട്ട് ചൂട് വരുന്നൊരു സ്ഥലമാണ്. ഒരു ഇൻഡിജിനസ് ഓസ്ട്രേലിയൻ ടൗണാണ്. വളരെ ചുരുക്കം കടകളും കാര്യങ്ങളും, ഒരു പെട്രോൾ പമ്പും 1-2-3 ഫിഷ് ആൻഡ് ചിപ്പ് ഷോപ്പുകളൊക്കെ ഉള്ളൂ. വളരെ ചെറിയൊരു ടൗണാണ് വിൽക്കാനിയ. ഇത് മാപ്പിനകത്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. എക്സ്ട്രീം ചൂടും എക്സ്ട്രീം തണുപ്പും വരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ എക്സ്പീരിയൻസ് കേട്ടോ. നല്ല യാത്രയായിരുന്നു, ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു. നമ്മൾ ഇപ്പം എന്നാ പറയുന്നത്, എല്ലാ വർഷവും ചെയ്യുന്നൊരു യാത്രയല്ലല്ലോ വല്ലപ്പോഴും. ഇപ്പോൾ സോണി അവിടെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോയത്. എന്നാലും നല്ലൊരു യാത്രയായിരുന്നു, ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അതൊരു ലൈഫിലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു.